എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചിങ്ങമാസം 15-ാം തീയതി 31/8/2025 ഞായറാഴ്ച. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഓണം അടുത്തു കഴിഞ്ഞു. എല്ലാവർക്കും ഓണക്കൊടിയും എല്ലാ സമ്മാനങ്ങളുമൊക്കെ കിട്ടി. പാക്കേജുകളെല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ് ദൂരയാത്രയ്ക്കും സ്വന്തം നാട്ടിലും വീട്ടിലുമൊക്കെ പോകാൻ. അതുകൊണ്ട് ലോകത്തെമ്പാടും ഇപ്പോൾ മലയാളികളുള്ളത് കൊണ്ട് ലോകമെമ്പാടും ഈ ഓണം ആഘോഷിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ഓണത്തിലേക്കുള്ള ദിവസങ്ങൾ അടുത്തു കഴിഞ്ഞു. മൂലം കഴിഞ്ഞ പുരാടമായി, ഉത്രാടമായി, തിരുവോണമായി. ഇനി നമുക്ക് ഇന്നത്തെ രാശിഫലം പരിശോധിക്കാം. ഇന്ന് മേടക്കൂറുകാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികകാലാണ്. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ലൊരു ദിവസമായിരിക്കും. ഒരുപാട് പ്രതീക്ഷകളൊക്കെ കൈവന്ന ശേഷം റിലാക്സ് ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അതേപോലെ അധ്യാപകർക്ക് ഒക്കെ വളരെ സന്തോഷം ഉണ്ടാകുന്നൊരു ദിവസമാണ്. എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. എന്നാൽ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ കുറച്ച് ക്ലേശങ്ങൾ ഉള്ളതായിട്ട് കാണുന്നു. അതേപോലെ അധികാരമുള്ള ജോലികൾ ചെയ്യുന്നവർക്കും ചില ക്ലേശങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ഏതായാലും ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോയാൽ നിങ്ങളുടെ പ്രയാസങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്നതാണ്. ബിസിനസ്സുകാർക്ക് ഇന്ന് താരതമ്യേന ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. ഗുണാധിക്യമാണ് കാണുന്നത്. വൈകുന്നേരം നല്ല ഒരു കച്ചവടമോ അല്ലെങ്കിൽ സെയിൽസൊക്കെ നടക്കാനായി സാധ്യതയുണ്ട്. എന്നാൽ ദിവസത്തിൻ്റെ ആദ്യ പകുതി വളരെ നിരാശാവഹമായിരിക്കും. വിഷമിക്കേണ്ടതില്ല. പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോകുക. വൈകുന്നേരം നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം മറികടക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ രാശിഫലം പരിശോധിക്കാം. കാർത്തിക, മുക്കാല്, രോഹിണി, മകേരത്തര. ഈ കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ അനുകൂലമായി സംഭവിക്കുന്ന ദിവസമാണ്. അതേപോലെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ കുട്ടികൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചില അപകടങ്ങളോ ചില ആരോഗ്യ പ്രശ്നങ്ങളോ അസുഖങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. വേറെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. അതിനെല്ലാം ശാശ്വതമായ പരിഹാരം കണ്ടെത്താവുന്നതാണ്. ദിവസത്തിൻ്റെ അവസാനത്തോടുകൂടി സംഘർഷങ്ങളെല്ലാം അവസാനിക്കുന്നതാണ്. ബിസിനസ്സുകാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായൊരു ദിവസമായിരിക്കും. എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. എന്നാൽ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും ഇന്ന്. അധികാരമുള്ള ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്കൊക്കെ ചില ക്ലേശങ്ങൾ ഉണ്ടാകുന്നതൊഴിച്ചാൽ ഇന്ന് പൊതുവിൽ നല്ല ഒരു ദിവസമായിരിക്കും ഇടവക്കൂറുകാർക്ക്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം നോക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാലും. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇന്ന് ചില ഭാഗ്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായി കിട്ടാതെ കിടക്കുന്ന പണം തിരിച്ച് കയ്യിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതേപോലെ പണച്ചെലവ് കുറഞ്ഞിരിക്കുന്ന ഒരു ദിവസമായിരിക്കും. എങ്കിലും സൂക്ഷിച്ച് ചിലവാക്കുക. ഇന്ന് ഉല്ലാസയാത്രയ്ക്ക് പോകാൻ ഒരുങ്ങുന്നവർക്കും അല്ലെങ്കിൽ കലാപരിപാടികളിൽ പങ്കെടുക്കുന്നവർക്കുമൊക്കെ സന്തോഷം നിറഞ്ഞ അനുകൂലമായൊരു ദിവസമായിരിക്കും. ബാക്കി എല്ലാ നക്ഷത്രക്കാർക്കും വളരെ അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന്. എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമാണ്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് വളരെ അനുകൂലമായ മറുപടികളൊക്കെ ലഭിക്കുന്നതാണ്. വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കുന്നത്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ രാശിഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. ഗുണാധിക്യമായിരിക്കും കാണുന്നതെങ്കിലും ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ചതിന് ശേഷം സമാധാനമുണ്ടാകുന്നൊരു ദിവസമായിരിക്കും. കർക്കിടകക്കൂറുകാർക്ക് ദീർഘയാത്രയ്ക്ക് ചില തടസ്സങ്ങൾ വന്നേക്കാം. വിവാഹാദി കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങൾ വന്നേക്കാം. പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങൾ മുടങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായി നഷ്ടം വരാൻ സാധ്യതയുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്ക് ഇന്നത്തെ ദിവസം അത്ര മേന്മയുള്ള ഒരു ദിവസമായിരിക്കുകയില്ല. സഞ്ചാരികൾക്ക് അനുകൂലമായ ദിവസമായിരിക്കും. എഴുത്ത് കുത്തുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, എഴുത്ത്, വായന അങ്ങനെയുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ഔദ്യോഗിക രംഗത്ത്
ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യത കാണുന്നു. അതേപോലെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. വഴക്കിനും കലഹത്തിനുമൊക്കെ മുൻകൈ എടുക്കാതിരിക്കുക, ഒതുങ്ങിക്കൂടുക. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസം വളരെ ശാന്തമായി കടന്നു പോകുന്നതാണ്. ബിസിനസ്സുകാർക്ക് അത്ര മെച്ചപ്പെട്ട ദിവസമായിരിക്കുകയില്ല. അടുത്തതായി നമുക്ക് ചിങ്ങരാശിക്കാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക് ഇന്ന് ആലസ്യത്തിൻ്റെ ദിവസമാണ്. ഇന്ന് എല്ലാത്തിലും ഒരു മന്ദത അനുഭവപ്പെട്ടേക്കാം. ബിസിനസ്സിൽ വലിയൊരു നേട്ടമുണ്ടാകാൻ സാധ്യതയില്ല. വളരെ അധികം ധനനഷ്ടമുണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോകേണ്ട ഒരു ദിവസമാണ്. അതേപോലെ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ഭാഗ്യം വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും. അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗം കാണുന്നു. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസം തന്നെയായിരിക്കും. സന്താനങ്ങൾക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്തതിലുള്ള ചാരിതാർത്ഥ്യം അനുഭവപ്പെടാനായിട്ട് സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ബന്ധുസമാഗമത്തിനും സാധ്യതയുണ്ട്. ഇനി അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം നോക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരേര. ഈ കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. എങ്കിലും ഗുണാധിക്യമാണ് കൂടുതലായി കാണുന്നത്. രാവിലെ ഉണ്ടാകുന്ന മൗഢ്യം ഉച്ചയോടുകൂടി പരിഹരിക്കപ്പെടുന്നതാണ്. കാലിന് അസുഖമുള്ളവർക്ക് അതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമാണ്. കാലിന് അസുഖം എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള അസുഖങ്ങൾ വരാം. അപകടങ്ങൾ മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ, അല്ലെങ്കിൽ വെരിക്കോസ് പോലെയുള്ള അസുഖങ്ങൾ, ഷുഗർ സംബന്ധിക്കുന്ന അസുഖങ്ങൾ, ഇതൊക്കെയാണ്. അതിനെ ഇന്ന് എവിടുന്നെങ്കിലും ഒരു പരിഹാരം ആരെങ്കിലും നിർദ്ദേശിക്കുന്നത് അനുകൂലമായി കാണുന്നു. കൂടാതെ ദൂരയാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ കാണുന്നില്ല. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും തടസ്സങ്ങൾ കാണുന്നില്ല. വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരേര, ചോതി, വിശാഖം, മുക്കാല്. തുലാക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. ഗുണാധിക്യമാണ് കൂടുതലായി കാണുന്നത്. ബിസിനസ്സുകാർക്ക് അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല. ധന നഷ്ടം അല്ലെങ്കിൽ പണച്ചിലവ് കൂടുന്ന ഒരു ദിവസമായിരിക്കും. തെറ്റായ മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കുന്നവർക്ക് ഇന്ന് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. അതേപോലെ അങ്ങനെയുള്ള പ്രവണതകളൊക്കെ മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മഫലം ഇന്നും നാളെയും എന്നതുപോലെ പല ജന്മങ്ങളായി നമ്മൾ അനുഭവിച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ആത്മശുദ്ധിക്കായി നമ്മൾ വന്നിരിക്കുകയാണ്. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സഞ്ചിത പാപങ്ങളോടൊപ്പം തന്നെ നമ്മുടെ പ്രാരാബ്ധ കർമ്മങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ട് എല്ലാവരും നല്ല വഴിയിലൂടെ സഞ്ചരിക്കാൻ പരമാവധി ശ്രമിക്കുക. സന്താനങ്ങൾ ഉള്ളവർക്ക് സന്താനങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷകളോ അല്ലെങ്കിൽ ഉത്കണ്ഠയോ ഒക്കെ പരിഹരിക്കപ്പെടുന്ന ദിവസവും ആണ് ഇന്ന്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ രാശിഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും. എങ്കിലും അവർക്ക് പകൽ വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ സാധിക്കുന്നതാണ്. എല്ലാ മേഖലയിലുമുള്ള തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ട്രെഡിങ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സാഹസിക യാത്രയ്ക്കൊക്കെ ഒരുങ്ങുന്നവർക്ക് ഇന്ന് അത്ര നല്ല ഒരു ദിവസമല്ല. അപകട സാധ്യത കാണുന്നു. വളരെ ശ്രദ്ധയോടുകൂടിയും പ്രാർത്ഥനയോടും കൂടിയും മുൻപോട്ട് പോവേണ്ട ഒരു ദിവസമായിരിക്കും ഇത്. സ്പോർട്സ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമല്ല. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആശ്വാസവും സമാധാനവും ഒക്കെ കിട്ടുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ധനുരാശി പരിശോധിക്കാം. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ രാശിക്കാർക്ക് വളരെ അധികം അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ഉദ്ദേശിച്ച പല കാര്യങ്ങളും സാധിക്കുന്ന ദിവസമാണ്. ബന്ധുസമാഗമത്തിനുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ഉല്ലാസയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അത് അനുകൂലമായി കാണുന്നു. കൂടാതെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. എങ്കിലും ചില മേഖലയിൽ, പ്രത്യേകിച്ച് സാംസ്കാരിക മേഖലയിൽ,
രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമായൊരു ദിവസമായിരിക്കും. ഒരുപാട് സംഘർഷങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അതേപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാൻ പ്രവണത ഉള്ളവർ അത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കില്ല ഇന്ന്. കുടുംബത്തിൽ കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടേക്കാം. അതിന് ആത്മസംയമനമാണ് ഏറ്റവും അത്യാവശ്യമായി കാണുന്നത്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലമായിരിക്കും കിട്ടുന്നത്. എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ഇതേ ഫലമാണ് കാണുന്നത്. പ്രത്യേകമായിട്ട് ഒരു മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ദോഷമോ ഒന്നും കാണുന്നില്ല. എന്നാൽ ബിസിനസ് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല. ധനച്ചെലവ് കാണുന്നു. കുടുംബത്തിൽ കലഹം ഉള്ളവർക്ക്, കുടുംബകലഹം അല്ലെങ്കിൽ കുടുംബത്തിൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ രോഗാതി ദുരിതങ്ങൾ മൂലം സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ ഇന്ന് ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും ഇന്ന്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടത്തര, ചതയം, പൂരിട്ടാതി, മുക്കാൽ. ഇന്ന് ഈ കൂറുകാർക്ക് വളരെ ശാന്തമായൊരു ദിവസമായിരിക്കും. എന്നാൽ പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും കാണുന്നില്ല. ആർക്കും വലിയ ദോഷമൊന്നും കാണുന്നില്ല എങ്കിലും പണച്ചിലവ് കൂടിയൊരു ദിവസമായിരിക്കും. അതേപോലെ രോഗാതി ദുരിതങ്ങളുള്ളവർക്ക് ചില പ്രത്യേക മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. ബന്ധുമിത്രാദികളുമായി കൂടി കഴിയുന്നതിനും ഷെയർ പോലെയുള്ള കാര്യങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നവർക്ക് വളരെ ലാഭം കിട്ടുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം നോക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂട്ടാതിക്കാല്, ഉത്രട്ടാതി, രേവതി. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഇന്ന് വളരെ അനുകൂലമായ ദിവസമാണ്. നമ്മൾ കെട്ടിട നിർമ്മാണത്തിനോ അല്ലെങ്കിൽ ഭവന നിർമ്മാണത്തിനോ ഒക്കെ തുടക്കം കുറിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. വാഹനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ദീർഘയാത്രയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായി കാണുന്നു. ആരോഗ്യാദി കാര്യങ്ങളിൽ കുറച്ചുകൂടെ ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട്. ചില ഭക്ഷണങ്ങൾ നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. കുടുംബത്തിൽ സമാധാനം കാണുന്നു. ദീർഘനാളായി ഉണ്ടായിരുന്ന സംഘർഷങ്ങളും മാനസിക പിരിമുറുക്കങ്ങളുമൊക്കെ ഇന്ന് പരിഹരിക്കപ്പെടുന്നതായി കാണുന്നു. ഗുണാധിക്യമുള്ള ഒരു ദിവസമാണ്. മറ്റ് ചില കാര്യങ്ങൾ പറയാനുള്ളത്, ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. കാരണം 7.5 ശനിയുടെ ജന്മശനി നടക്കുകയാണ്. അതുകൊണ്ട് ശനി ഭഗവാനെ പ്രാർത്ഥിക്കുക. ശനൈശ്ചരായ നമ എന്ന് ജപിക്കുക. ശനി ഒരു ഗ്രഹമാണ്. ശനൈഹി ചരഹ എന്നാണ് നമ്മൾ ശനിയെ വിളിക്കുന്നത്. അതിനെ സമന്വയിപ്പിക്കുമ്പോൾ ശനൈശ്ചരായ നമ എന്നാണ് നമ്മളതിനെ സ്തുതിക്കേണ്ടത്. അതേപോലെ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക. ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞായറാഴ്ചയാണല്ലോ. ഇന്നെല്ലാവരും പൊതുവെ റിലാക്സ് ചെയ്യുന്ന ദിവസമാണ്. എന്നാൽ ഓണമായതുകൊണ്ട് പ്രത്യേകിച്ചും റിലാക്സേഷനുള്ള ദിവസമാണ്. വളരെ ഉല്ലാസ കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുന്ന ഒരു ദിവസമായിരിക്കും. ഓണത്തിൻ്റെ ഒരുക്കങ്ങളിലായിരിക്കും എല്ലാവരും. നമ്മുടെ മാവേലി തമ്പുരാൻ എഴുന്നള്ളാനുള്ള സമയമായി. നമ്മളുടെ മിത്തുകളും യാഥാർത്ഥ്യങ്ങളും എല്ലാം സമന്വയിപ്പിച്ച ഈ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ നമുക്ക് സന്തോഷമായിട്ട് ആഘോഷിക്കാം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്നലത്തെ തുടർച്ചയായിട്ട് ശനിയുടെ ചില കാര്യങ്ങളാണ്. 7.5 ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജന്മത്തിലും അതേപോലെ 1ലും 2ലും ശനി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദോഷഫലമാണെന്ന് പറഞ്ഞു. ഇനി എല്ലാവർക്കും സംശയം തോന്നും, ഈ 1, 2 അല്ലെങ്കിൽ 12 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്ന് തോന്നും അല്ലേ. അപ്പം 1ലും 12ലും ജന്മത്തിലും ശനി വരുന്ന സമയത്തിന് നമ്മൾ 7.5 ശനി കാലമെന്ന് വിളിക്കുന്നു. അപ്പോൾ ഇപ്പോൾ 7.5 ശനി അനുഭവിക്കുന്ന നക്ഷത്രക്കാരാരൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ ആകാംക്ഷ കാണും അല്ലേ. ഇന്നത്തെ ഞായറാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഓണവും കൂടിയാണ്, ഓണക്കാലമാണല്ലേ. എല്ലാവരും സന്തോഷകരമായ ഒരുപാട് നിമിഷങ്ങൾ പങ്കിടുന്ന ഒരു ദിവസമാണ്. ഉല്ലാസയാത്രയും അതേപോലെ ആഹ്ലാദം നിറഞ്ഞ ബന്ധുസമാഗമങ്ങളും എല്ലാം കൊണ്ട് പുതിയ വസ്ത്രങ്ങളും ഒക്കെ അണിയാനുള്ള വ്യഗ്രതയിലൊക്കെ ഇരിക്കുകയാണ്.
പുതിയ ഗ്രഹോപകരണങ്ങളൊക്കെ ഓഫറുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങിച്ച് എല്ലാവരും സന്തോഷിച്ചിരിക്കുന്ന ഒരു ദിവസമാണല്ലേ ഇന്ന്. എന്നാൽ നമുക്ക് ഇന്ന് ഒരു പ്രത്യേക കാര്യവും കൂടി നമുക്ക് നോക്കാം. നമ്മൾ ഇന്നലെ ഒരു ഏഴര ശനിയുടെ കാര്യങ്ങളും ശനിദോഷങ്ങളും ഒക്കെ പറഞ്ഞു വെച്ചല്ലോ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ 12-ലും 1-ലും 2-ലും ശനി വരുന്നത് ഏഴര ശനിക്കാലമാണെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അത് എന്താണ്, അല്ലെങ്കിൽ ഏത് നക്ഷത്രക്കാർക്കൊക്കെയാണ് ഇപ്പോൾ ഏഴര ശനി അനുഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ ഏഴര ശനി അനുഭവിക്കുന്ന നക്ഷത്രക്കാരാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. അവർക്കാണ് ശനി, ഏഴര ശനിയുടെ പോക്ക് എന്ന് നമുക്ക് പറയാം. ഏഴര ശനിയുടെ പോക്ക്, ഏഴര ശനി അവരെ വിട്ടു പോവുകയാണ്. അടുത്തതായി നമുക്ക് മറ്റ് നക്ഷത്രങ്ങൾ, ജന്മശനി ആർക്കൊക്കെയാണെന്ന് നോക്കാം. ജന്മശനി വരുന്ന നക്ഷത്രങ്ങൾ പൂരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഇനി ആർക്കൊക്കെയാണ് ഏഴര ശനി തുടങ്ങിയത് എന്ന് നോക്കാം. ഏഴര ശനി തുടങ്ങിയത് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഇവർക്കെല്ലാം ഏഴര ശനിക്കാലമാണ്. അപ്പോൾ ഏഴര ശനിക്കാലത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, എങ്കിലും ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഏഴര ശനി സമയത്ത് ശനിയെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളാണ് ആവശ്യം. ശാസ്താക്ഷേത്ര ദർശനം. ശാസ്താക്ഷേത്രത്തിൽ പോകുമ്പോൾ 7 പ്രദക്ഷിണം നമ്മൾ വയ്ക്കാൻ മറക്കരുത്. 7 പ്രദക്ഷിണം വെച്ച് ശനിയെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അലൗകികമായ ഒരു എനർജി, ഊർജം നമ്മളിലേക്ക് വരികയും നമുക്ക് ഭയങ്കരമായ ആനന്ദമുണ്ടാവുകയും സമാധാനം കൈവരികയും ചെയ്യും. ക്ഷേത്രം ദർശനം നടത്തുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പാരമ്പര്യമായ ക്ഷേത്രങ്ങൾ, പ്രതിഷ്ഠ ഉറച്ച ക്ഷേത്രങ്ങൾ ഒക്കെയാണ് നമ്മൾക്ക് ഒരുപാട് എനർജി തരുന്ന ക്ഷേത്രങ്ങൾ. ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും പ്രദക്ഷിണത്തിന് പ്രാധാന്യം കൊടുക്കണം. ശാസ്താവിന് 7 പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. 18 പ്രദക്ഷിണവും വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. പിന്നെ ശാസ്താക്ഷേത്രത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടുകൾ എന്ന് പറയുന്നത് എള്ളുകിഴി, നീരാഞ്ജനം എന്ന് നമ്മൾ വിളിക്കുന്ന എള്ള് വിളക്കും, അതേപോലെ തന്നെ എള്ള് പായസം. അധികം ആരും കേട്ടിരിക്കുകയില്ല. ശാസ്താവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പായസമാണ് എള്ള് പായസം. നല്ല ക്ഷേത്രങ്ങളിൽ, വലിയ ക്ഷേത്രങ്ങളിലൊക്കെ ഈ അനുഷ്ഠാനം നടന്നു പോകുന്നുണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിർവഹിക്കാവുന്നതാണ്. ഇനി മറ്റ് മതവിശ്വാസികൾക്കും അവരുടേതായ രീതിയിൽ പ്രാർത്ഥനകൾ സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെ പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോകേണ്ട ഒരു സമയമാണ്. എന്നാൽ ഏഴര ശനി ഇത്തവണ നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലായതുകൊണ്ട് അത്രമേൽ വലിയ കഷ്ടങ്ങളൊന്നും കാണുന്നില്ല. നമുക്കെല്ലാവർക്കും ഏഴര ശനി ഉള്ള നക്ഷത്രക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. ഇനി എന്താണ് കണ്ടകശനി എന്ന് നോക്കാം. കണ്ടകശനി എന്ന് പറഞ്ഞാൽ കേന്ദ്രങ്ങളിൽ ശനി വരുന്നതാണ്. ചന്ദ്രകേന്ദ്രങ്ങളിൽ ശനി വരുന്ന ആ സമയത്തിനെയാണ് നമ്മൾ കണ്ടകശനി എന്ന് വിളിക്കുന്നത്. എന്താണ് ചന്ദ്രകേന്ദ്രം? 1, 4, 7, 8, 10 ഈ ഭാവങ്ങൾ. അതായത് എങ്ങനെയാണ് ഈ 1, 4, 7, 8, 10 എന്ന് എണ്ണുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ജാതകമെടുത്ത് മുൻപിൽ വയ്ക്കുക. അതിലൊരു ഗ്രഹനില ഉണ്ടാകും. ഈ ഗ്രഹനിലയിൽ ച എന്നൊരു വാക്ക് കാണും. തീരെ അറിഞ്ഞുകൂടാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ജാതകത്തിൽ ച എന്നൊരു അക്ഷരം കാണും. ആ ചായിൽ നമ്മൾ തൊടുക, കൈ അതിൽ വയ്ക്കുക. എന്നിട്ട് ക്ലോക്ക് വൈസ് വലത്തോട്ട് എണ്ണുക. അപ്പോൾ നമുക്ക് ആ ച എന്ന് പറയുന്നത് 1, അതിൽ നിന്ന് 4ാമത്തെ കോളം, പിന്നെ 7ാമത്തെ കോളം, പിന്നെ 10ാമത്തെ കോളം. ഇതാണ് നമ്മുടെ 1, 4, 7, 10 എന്ന് പറയുന്ന കണ്ടകശനിയുടെ സ്ഥലം. അതിൽ ഒരെണ്ണം ഏഴര ശനിയാണ്. 1ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് ഏഴര ശനിയാണ്. ഇനി 4, 7, 10 നിൽക്കുമ്പോഴാണ് നമുക്ക് കണ്ടകശനി. ഏഴര ശനി വളരെ ദീർഘമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. 7.5 വർഷമാണ് ഏഴര ശനി. ഏഴരാണ്ടൻ ശനി എന്നൊക്കെ അതിനെ വിളിക്കാറുണ്ട്. നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ സടേസാത്തി എന്ന് വിളിക്കുന്നതും ഈ ഏഴര ശനിയെയാണ്. എന്നാൽ കണ്ടകശനി അത്രത്തോളം നീണ്ടുപോകുന്ന ഒരു കാര്യമല്ല. കണ്ടകശനി അല്ലെങ്കിൽ ശനി ഒരു രാശി കിടക്കാൻ 2.5 വർഷമാണ് എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് വളരെ ചുരുങ്ങിയ ഒരു കാലമേ ഉള്ളൂ, 2.5 വർഷമേ ഉള്ളൂ. കണ്ടകശനി ഏഴര ശനി പോലെ അത്ര തന്നെ ദുരിതങ്ങൾ വരുത്തുന്നതല്ല.
എന്നാൽ തടസ്സങ്ങൾ വരുത്താൻ കണ്ടകശനി വളരെ മിടുക്കനാണ്. അതേപോലെ നഷ്ടങ്ങൾ, ധനനഷ്ടം കണ്ടകശനി കൊണ്ടേ പോകൂ എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അത് ആയുസ് മാത്രമല്ല, ആരോഗ്യം, അതേപോലെ ധനം, ഇതൊക്കെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഉറച്ച ഈശ്വര വിശ്വാസവും ഈശ്വര പ്രാർത്ഥനയും ആണ് ഇതിന് അനിവാര്യം. കണ്ടകശനിയെല്ലാം അതിജീവിക്കാൻ ഈശ്വര പ്രാർത്ഥന വളരെ ഉപകാരപ്രദമാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ശനി വളരെ സ്ട്രൈറ്റ് ഫോർവേഡായിട്ടുള്ള ഒരാളാണ്. ശനിക്ക് നേരെ ചൊവ്വേ നടക്കുന്നവരെ അല്ലെങ്കിൽ നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരെ തെറ്റായ മാർഗങ്ങളിലൂടെ ഒരു പണം സമ്പാദനമോ അല്ലെങ്കിൽ തെറ്റായ മാർഗങ്ങളോ സ്വീകരിക്കാത്തവരെയൊക്കെ ശനി സ്പർശിക്കുകയില്ല, യാതൊരു തരത്തിലുള്ള ദോഷവും വരുത്തില്ല. അതുപോലെ ശനിയുടെ അനുഗ്രഹം കിട്ടാനായി എല്ലാവരും നല്ല പ്രവൃത്തികളിൽ ഏർപ്പെടണം. ഇനിയിപ്പോൾ കണ്ടകശനി ആർക്കെല്ലാമാണെന്ന് നോക്കാം. കണ്ടകശനി വന്നിരിക്കുന്നത് 4-ം ഭാവത്തിൽ കണ്ടകശനി വന്നിരിക്കുന്നത് മിഥുനക്കൂറുകാർക്കാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെല്ലാം നമുക്ക് സുപരിചിതമാണ്. എങ്കിലും ഒന്നുകൂടി പറയാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർതമുക്കാല്. അടുത്തതായി നമുക്ക് 7-ം ഭാവത്തിൽ ശനി വരുന്നവർക്ക് കണ്ടകശനിയാണ് എന്ന് മനസ്സിലാക്കാം. 7-ം ഭാവത്തിൽ ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനുക്കൂറുകാർക്കാണ് ഇപ്പോൾ കണ്ടകശനി. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോയാൽ വളരെയധികം ദോഷങ്ങളൊന്നും വരുന്നതായി കാണുന്നില്ല. അടുത്തതായി നമുക്ക് 10-ം ഭാവം എന്ന് പറയുന്നത് മീനരാശിയാണ്. അതുകൊണ്ട് മിഥുനക്കൂറുകാർക്ക് 10-ം ഭാവം എന്ന് പറയുന്നത് മിഥുനരാശിയാണ്. അപ്പം മിഥുനക്കൂറിൽ ശനി നിൽക്കുന്നത് കൊണ്ട് മിഥുനക്കൂറുകാർക്ക് 10-ം ഭാവത്തിൽ കണ്ടകശനിയാണ്. ഇനി മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഒന്നുകൂടെ പറയാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർതമുക്കാല്. അപ്പോൾ നമ്മളിപ്പോൾ ശനിയെക്കുറിച്ച് നമ്മുടെ കണ്ടകശനി, 7ര ശനിയൊക്കെ മനസ്സിലാക്കിയല്ലോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് അത് അടുത്തുള്ള ജ്യോതിഷ പ്രതിഭകളെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. കണ്ടകശനിയെയും 7ര ശനിയൊന്നും പേടിക്കേണ്ട. നേരായ മാർഗത്തിലൂടെ പോയാൽ എല്ലാം ഗുണകരമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതുകൂടാതെ നമുക്ക് വേറൊരു കാര്യം പരിശോധിക്കാം. ഈ കണ്ടകശനിയെ അനുഭവിക്കുന്നവർ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കണ്ടകശനിയെ അനുഭവിക്കുന്നവർ ഒഴിവാക്കേണ്ടത് ദീർഘയാത്ര, ജലയാത്ര ഒക്കെയാണ്. ജലത്തിലൂടെയുള്ള ഉല്ലാസയാത്രകളൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. കുറച്ച് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരും എന്നതൊഴിച്ചാൽ നമുക്ക് കണ്ടകശനി വലുതായിട്ട് നമ്മളെ ദോഷപ്പെടുത്തുകയില്ല. 7ര ശനിക്കാലത്തും കൂട്ടായ യാത്ര ഒഴിവാക്കേണ്ടതാണ്. അതായത് ശനി മരണത്തിൻ്റെയൊക്കെ ഒരാളായതുകൊണ്ട് നമുക്ക് പൊതുവിൽ ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. നമുക്ക് 5 രീതിയിലുള്ള മരണമുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. 1 രോഗമൃത്യു, അടുത്തത് കാലമൃത്യു, അകാലമൃത്യു, അപമൃത്യു, യോഗമൃത്യു. അപ്പം യോഗമൃത്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗം ചേരുമ്പോഴുണ്ടാകുന്ന മൃത്യുവാണ്. അതായത് ഒരു വലിയ വാഹനത്തിൽ പോവുകയാണ്, അതിൽ കുറേ പേർക്ക് മരിക്കാനുള്ള യോഗമാണ്. നമ്മൾ അറിയാതെ വന്ന് ഏതോ ഒരു ചെറിയ മുഹൂർത്തത്തിൻ്റെ പിശകിൽ നമ്മൾ അവരുടെ കൂടെ അങ്ങ് കയറുന്നു. അപ്പോൾ അവർ മരിച്ചേ പറ്റൂ, എങ്കിൽ ഈ വാഹനം തകർന്നേ പറ്റൂ. അപ്പോൾ ആ കൂടെ നമ്മളും മരിക്കുന്നതിനാണ് നമ്മൾ യോഗമൃത്യു എന്ന് പറയുന്നത്. യോഗം ചേരുന്നത് കൊണ്ട്, യോഗം എന്ന് പറഞ്ഞാൽ യോജിക്കുക എന്നാണ് അർത്ഥം. അങ്ങനെ യോഗമൃത്യുവിന് ഉള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് നമ്മൾ 7ര ശനി, കണ്ടകശനിക്കാരൊക്കെ കൂട്ടായ യാത്രകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. എന്നാൽ ഈശ്വര പ്രാർത്ഥനയും ശനിയുടെ ബലവും ഒക്കെ പരിശോധിച്ച് നമുക്ക് പോകാവുന്നതാണ്. എന്താണ് ഈ ശനിയുടെ ബലം? ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിക്ക് ക്ഷേത്രങ്ങളുണ്ട്, ക്ഷേത്രബലമുണ്ട്, ഉച്ചക്ഷേത്രബലമുണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു തരാം. അടുത്തതായി നമുക്ക് കാലമൃത്യു എന്താണെന്ന് നോക്കാം. ഒരാൾ ഇപ്പോൾ എൻ്റെ അമ്മമ്മ എത്ര കാലമായി കിടക്കുന്നു, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച് ഒരുപാട് പേര് പറഞ്ഞു തരുന്നുണ്ട്. അവർക്ക് മോക്ഷം കൊടുക്കാൻ അല്ലെങ്കിൽ അവരുടെ ആയുസ് ദൈവം തിരിച്ചെടുക്കാനൊക്കെയാണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം. പക്ഷേ നമുക്ക് ആയുസ് കൊടുക്കാനോ ദീർഘിപ്പിക്കാനോ ഒന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആർക്കും തന്നെ ഒരു കഴിവുമില്ല. ആർക്കും തന്നെ ആയുസ്സിനെയോ അല്ല ജനനത്തെയോ മരണത്തെയോ പോലും നിയന്ത്രിക്കാനുള്ള കഴിവില്ല.
അതുകൊണ്ട് നമുക്ക് അത്തരത്തിലൊന്നും ചിന്തിക്കാതിരിക്കുക. കാരണം ആയുസ് എത്രയുണ്ടോ അത്രയും ആ വ്യക്തി ജീവിച്ചിരിക്കും. അപ്പോൾ ദീർഘായുസ്സുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരമായുസ്സും കഴിഞ്ഞ് അങ്ങ് പോയാലും വീണ്ടും സാധാരണ പരമായുസ് എന്ന് പറയുന്നത് 84 വർഷമാണ്. പൊതുവെ പറയുന്ന 1000 പൂർണ്ണചന്ദ്രനെ കാണുന്നതാണ് പരമായുസ്. മോക്ഷപ്രാപ്തിക്കുള്ള ഒരു ആയുസ്സാണത്. മോക്ഷമുണ്ടാകുന്നില്ല എങ്കിലും ആത്മശുദ്ധി വന്ന ഒരു പ്രായമാണത്. അപ്പോൾ രോഗം ബാധിച്ചാൽ പോലും ചില ആളുകൾക്ക് ആയുർദൈർഘ്യമുണ്ടെങ്കിൽ അവർക്ക് ആയുസ് അനുഭവിച്ച് തീരുന്നവരെ ഇരുന്നേ പറ്റൂ. അടുത്തതായി നമുക്ക് അകാല മൃത്യു. കാലമായിട്ടില്ല, ആ ആൾ മരിച്ചു പോവുകയാണ് എന്നുള്ള ഒരു ആശങ്കയാണ് അകാല മൃത്യു. അപ്പം അകാലത്തിൽ സംഭവിക്കുന്നത് പലപ്പോഴും നമ്മൾ തന്നെ ഉണ്ടാക്കി വയ്ക്കുന്ന ആഹാര രീതി, നമ്മളുടെ ജീവിതചര്യ, അതിലൊക്കെ നമ്മൾ തന്നെ എടുക്കുന്ന റിസ്ക്, അല്ലെങ്കിൽ നമ്മുടെ മാനസിക ബലത്തിൻ്റെ കുറവ്, ചിലർ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ വന്നാണ് അങ്ങനെയുള്ള മരണങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അകാല മൃത്യു ആർക്കും വരാതിരിക്കട്ടെ. കാരണം നമ്മുടെ സ്വഭാവശുദ്ധിയിലൂടെ നമുക്ക് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തെ നമ്മൾ നന്നായി പരിപാലിക്കണം. ഇതിനകത്ത്, അല്ലെങ്കിൽ ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറാണ്, ഈ പാത്രം നല്ല തുടച്ചു മിനുക്കി വയ്ക്കണം. ഇതിൻ്റെ അകത്ത് ആത്മാവ് എന്ന് പറയുന്ന ആ പരമാത്മാവിൻ്റെ അംശമുണ്ട്. അത് പുറത്തു പോകാതെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ പാത്രം പൊട്ടുമ്പം കേടാകുമ്പം ആ കണ്ടൻറ്റ് പുറത്തേക്ക് പോകും. അപ്പോൾ അതിനനുവദിക്കാതെ നമ്മുടെ പാത്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ശുദ്ധമായും ആരോഗ്യപരമായും സൂക്ഷിക്കേണ്ട കടമ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ദുശീലങ്ങളെല്ലാം ഒഴിവാക്കുക. അടുത്തതായിട്ട് നമുക്ക് നോക്കാം, എന്താണ് അടുത്ത മരണം എന്ന് പറഞ്ഞാൽ അപമൃത്യു, അപകട മരണമാണ്. അതായത് അശ്രദ്ധ, മാനസിക പിരിമുറുക്കം, സംഘർഷം, ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിൽ നമ്മൾ ചില കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകടമുണ്ടാകുക സ്വാഭാവികമാണ്. ഇതിൻ്റെ കൂടെ അഹങ്കാരം എന്ന് പറയുന്ന ഒരു വികാരവും കൂടി വരുന്നു. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാനെന്ന ഭാവം. കയറുമ്പോൾ ഞാനങ്ങനെയൊന്നും വീഴില്ല, ഞാൻ ധീരനാണ്, ധീരയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അപകടകരമായ രീതിയിൽ വല്ല ഉയരത്തിൽ കയറുകയോ അല്ലെങ്കിൽ മരത്തിൽ കയറുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വീഴ്ച, ഇതാണ് അപമൃത്യു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലുണ്ടെങ്കിലും ഈ പല പല കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് മരണം എന്ന് പറയുന്നത് സംഭവിക്കുന്നത്. മരണത്തെക്കുറിച്ച് പറയാൻ കാരണം ശനി മരണത്തിൻ്റെ ആളാണ് എന്നതുകൊണ്ടാണ്. ശനിയുടെ വാഹനം കാക്കയാണ്. നമ്മൾ കാക്കയ്ക്ക് ബലി, അന്നദാനം ഒക്കെ കൊടുക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ്. ശനിയുടെ വാഹനമാണ് കാക്ക. അടുത്തതായി നമുക്ക് വേറൊരു കാര്യം പരിശോധിക്കാം. ശനി എന്ന് പറയുന്ന ആളിന് സ്വന്തമായ ക്ഷേത്രങ്ങളുണ്ട്, മകരം രാശിയും കുംഭരാശിയും. ഇനി ശനിയുടെ ഉച്ചരാശിയാണ് തുലാരാശി, നീചരാശിയാണ് മേടരാശി. അങ്ങനെ ഇന്നത്തെ ശനി വിശേഷം ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ല സമയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദീർഘായുസ്സും ആരോഗ്യവും നല്ല നടപ്പും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് പുതിയൊരു രാവിലെയിലേക്ക്, പുതിയൊരു വാർത്താ ദിനത്തിലേക്ക്. അപ്പോൾ നമ്മൾ രാവിലെ തുടരുകയാണ്. ഇനി രാവിലെയിൽ വാർത്തകളുടെ സമയമാണ്. ഇന്ന് അനിഴം നാളാണ് അല്ലേ? ഓണാഘോഷ പരമ്പരയിലെ 5-ാം ദിവസം. അത്തപ്പൂക്കളത്തിന് 5 വട്ടം വരുന്ന ദിവസമാണ്. പഴമക്കാർ സദ്യയ്ക്കുള്ള സാധനങ്ങൾ സ്വരുക്കൂട്ടി തുടങ്ങുന്ന ദിവസമെന്നാണ് പറയുന്നത് ഈ അനിഴം ദിവസത്തെ. ഈ ഓണക്കളികളുടെയും ഈ ചെറുവള്ളം കളികളുടെയും ഒക്കെ തുടക്കമാകുന്ന ദിവസമെന്നാണ് പറയുന്നത്. നമ്മുടെ ആറന്മുളയിലെ ഉത്രട്ടാതി വള്ളംകളിയുടെ ആചാരപരമായ തുടക്കവും മുന്നൊരുക്കവും ഒക്കെ ഇന്ന് ഈ അനിഴം നാളിലാണ് തുടങ്ങുന്നത്. അങ്ങനെ നമ്മൾ തിരുവോണ നാളിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പകുതി ദൂരം നമ്മൾ പിന്നിട്ടിരിക്കുന്നു. ഇനി 5 ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇന്നാണ് പ്രിയപ്പെട്ട ന്യൂസ് 18 പ്രേക്ഷകർക്ക് ന്യൂസ് 18 ഓണസമ്മാനം നൽകുന്ന ദിവസവും. എല്ലാ കൊല്ലത്തെയും പോലെ കണ്ണും മനസ്സും നിറയ്ക്കുന്ന ഒരു ഓണപ്പാട്ടുമായിട്ടാണ് ഇത്തവണയും ഞങ്ങൾ ന്യൂസ് 18 എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്തവണത്തെ ന്യൂസ് 18ന്റെ ഓണപ്പാട്ട് കേൾക്കാം. അതിനു മുമ്പ് നമുക്ക് രാവിലെ ആദ്യം വാർത്തകൾ നോക്കാം.
അമേരിക്ക സൃഷ്ടിച്ച ചുങ്കപ്പോരിനിടെ ലോകമുറ്റുനോക്കുന്ന നരേന്ദ്രമോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ച ഇന്ന്. രാഷ്ട്ര നേതാക്കളുടെ കൂടിക്കാഴ്ച. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും കൂടിക്കാഴ്ച. മോദി ചൈനയിൽ എത്തുന്നത് 7 വർഷത്തിന് ശേഷം. ആഗോള അയ്യപ്പ സംഗമത്തിനെ NSS അനുകൂലിച്ചാലും സർക്കാരിന് മുന്നിലെ പ്രതിസന്ധി തീരില്ല. പെരിന്തയിൽ നിന്നുള്ള പിന്തുണ ഉപാധികളോടെ മാത്രം. BJPയുടെ എതിർപ്പ് NSSന്റെ ഭാവി തീരുമാനങ്ങളിൽ നിർണായകമാകും. കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും എന്നത് ശ്രദ്ധേയം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പാലക്കാട്ട് എത്തിയേക്കുമെന്ന് സൂചന. എത്തിയാൽ തടയാൻ BJP, നിലപാട് ഭയപ്പെടുത്തി കോൺഗ്രസ്. രാഹുൽ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ലെന്ന് പാർട്ടിയിൽ ഭൂരിപക്ഷ അഭിപ്രായം. നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് പോലീസിൽ പരാതിയില്ലെന്ന വാദം. ആരോപണം ഉന്നയിച്ചവരുടെ മൊഴിയെടുക്കാനുള്ള നീക്കവുമായി ക്രൈംബ്രാഞ്ച്. വയനാട്ടിലേക്ക് ചുരം കടക്കാതെ എത്താനുള്ള ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണത്തിന് ഇന്ന് തുടക്കം. വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. 8.7 കിലോമീറ്റർ പാതയുടെ നിർമ്മാണ ചുമതല തുരങ്കങ്ങളിലൂടെ ട്രെയിൻ ഓടാൻ വഴിവെട്ടിയ കൊങ്കൺ റെയിൽ കോർപ്പറേഷന്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ദേശീയപാത ബൈപ്പാസിൽ വാഹനാപകടത്തിൽ ടെക്നോ പാർക്ക് ജീവനക്കാരൻ മരിച്ചു. അപകടം ഇന്നലെ രാത്രി 12ഓടെ. മരിച്ചത് ബാലരാമപുരം സ്വദേശി ഷിബിൻ. യുവതിയടക്കം 2 പേർ ഗുരുതരാവസ്ഥയിൽ. അപകടം റേസിംഗിനിടെ എന്ന് സംശയം. കശ്മീരിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നെത്തും. ചഷോത്തിയും കത്രയും സന്ദർശിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി കശ്മീരിലെത്തുന്നത് 2 ദിവസത്തേക്ക്. ഇപ്പോൾ നമ്മൾ പ്രധാന തലക്കെട്ടുകളൊക്കെ നോക്കി ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ് രാവിലെയിലേക്ക്. അപ്പോൾ നമ്മൾ വാർത്തകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികൾക്ക് ന്യൂസ് 18ന്റെ സമ്മാനമായി ഓണപ്പാട്ടുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ സഹപ്രവർത്തകൻ ന്യൂസ് 18 കേരളത്തിലെ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ സജീവ് സി വാര്യർ എഴുതി ഹണീസായി ഈണമിട്ടതാണ് ഈ ഗാനം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സങ്കേതം ഉപയോഗിച്ച് ന്യൂസ് 18ന്റെ ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഡയറക്ടർ അഭിലാഷ് കുമാറാണ് ഈ ഗാനത്തിന് ദൃശ്യാവിഷ്കാരം ഒരുക്കിയിട്ടുള്ളത്. ഓണവും നൂതന സാങ്കേതിക വിദ്യയും കോർത്തിണങ്ങുന്ന ഈ ഗാനോപഹാരം ഞങ്ങൾ ലോകമെങ്ങുമുള്ള മലയാളികൾക്കായി സമർപ്പിക്കുകയാണ്. കണ്ടും കേട്ടും വരാം. ഇപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഓണപ്പാട്ട് ഇഷ്ടമായി കാണും. അതിൻ്റെ പാട്ടും ഈണവും ദൃശ്യാവിഷ്കാരവും എല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും മുൻകൂറായി തിരുവോണദിന ആശംസകൾ നേരുന്നു. ഇന്ന് അനിഴം ദിനമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓണത്തിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. 5-ാം ദിവസമാണ്. അനിഴം ദിന ആശംസകൾ കൂടി അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കേട്ട പാട്ടിനൊപ്പം കണ്ട ദൃശ്യങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ സഹപ്രവർത്തകൻ അഭിലാഷ് കുമാർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സങ്കേതങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കിയതാണ് എന്ന്. അപ്പോൾ അഭിലാഷ് കുമാറുമായി ഈ ദൃശ്യാവിഷ്കാരത്തിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ അജയ് സുധ ബിജു ചേരുകയാണ് ഇപ്പോൾ. പ്രേക്ഷകരിപ്പോൾ കണ്ട ഈ മനോഹരമായ ഓണപ്പാട്ട് അത് AI-യിൽ ക്രിയേറ്റ് ചെയ്തെടുത്തത് ഞങ്ങളുടെ ന്യൂസ് 18ന്റെ പ്രിയപ്പെട്ട ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടുള്ള അഭിലാഷ് കുമാറാണ്. ഞങ്ങളുടെ സ്വന്തം അഭിലാഷ് ഏട്ടൻ.
ഓക്കെ. അപ്പോൾ ചേട്ടാ, പ്രേക്ഷകരെല്ലാവരും ഈ ഒരു പാട്ട് കണ്ട് വണ്ടർ അടിച്ചിരിക്കുകയാണ്. ഓരോ മുഖങ്ങളും പിന്നെ ആ എന്താ പൂക്കളം ഇടുന്നതാണെങ്കിലും പിന്നെ ഈ ഊഞ്ഞാലാടുന്നതാണെങ്കിലും അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞാൽ പക്ക പെർഫെക്റ്റ്. എങ്ങനെയാണ് ഇത് ചെയ്തെടുത്തത്? അത് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാമോ? ആക്ച്വലി ഇത് പുതിയ ടെക്നോളജിയാണ് എയിൽ. ഇപ്പോൾ ആക്ച്വലി നമുക്കിപ്പം നമ്മൾ മനസ്സിൽ കാണുന്ന സാധനങ്ങൾ എടുക്കാൻ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് നിർമ്മിത ബുദ്ധിയിൽ. അതിൻ്റെ ഒരു പുതിയ തലത്തിലോട്ട് നമ്മൾ പരീക്ഷണം നടത്തിയതാണ് ഈ പാട്ട്. ഇതേപോലെ ഞാൻ നേരത്തെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇതേപോലെ വയനാട് ദുരന്തത്തിൻ്റെ സമയത്ത് ഒരു ആനയുടെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു അയ്യങ്കാളിയുടെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇത് ചെയ്തു നോക്കി. അപ്പോൾ അത് ആക്ച്വലി പറഞ്ഞത് വർക്കൗട്ട് ആവുന്നുണ്ട്. ഇനി ഭാവിയിൽ ഇനി കൂടുതലും എയിലുള്ള വിഷ്വൽസ് ആയിരിക്കും കൂടുതൽ വരുന്നതെന്ന് തോന്നുന്നു. അതെ. അപ്പോൾ പ്രേക്ഷകരുടെ ഒരു പരിചയത്തിന് വേണ്ടി പറയാണ്, ഇന്ത്യയിൽ തന്നെ ഈ വിസാർട്ടി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് അഭിലാഷ് ചേട്ടൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ക്രിയേറ്റീവ് ഡയറക്ടർ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ചുരുക്കം ആളുകളിൽ ഒരാളാണ്. അപ്പോൾ ആ ഒരു അനുഭവം ഇത് എങ്ങനെയാണ് ചേട്ടൻ ഇത് പഠിച്ചെടുത്തത്, ഈ ഒരു സോഫ്റ്റ്വെയർ പിന്നെ ഇത്തരം കാര്യങ്ങൾ? വിസാർട്ടി ആക്ച്വലി പറഞ്ഞ ഓൺലൈൻ സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ വിർച്വൽ ഗ്രാഫിക്സും മറ്റേ വിർച്വൽ സെറ്റും സാധനങ്ങളും അതുപോലെ തന്നെ ഓൺലൈൻ ഗ്രാഫിക്സ് TV ഗ്രാഫിക്സ് എല്ലാം പോകുന്ന വിസാർട്ടി എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ കൂടെയാണ്. ആക്ച്വലി ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഏകദേശം ഒരു 10-18 വർഷത്തിൽ കൂടുതലായി ഈ സോഫ്റ്റ്വെയറിലും കാര്യങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വിസാർട്ടി സംബന്ധിച്ചിടത്തോളം ഞാൻ ഡൽഹിയിൽ നിന്ന് NDTV നിന്നാണ് വന്നിരുന്ന വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പം ഇവിടെ വന്നിട്ടും കുറച്ച് കാലങ്ങളായി ഞാനിവിടെ വർക്ക് ചെയ്യുന്നു. വിസാർട്ടി ഒരുപാട് സോഫ്റ്റ്വെയർ ചാനലുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം പിന്നെ വലിയ ചാനലുകളും എല്ലാ ചാനലുകളും ഇപ്പോൾ ഉപയോഗിക്കുന്നത് വിസാർട്ടി എന്ന സോഫ്റ്റ്വെയറാണ്. ഓക്കെ. ഈ ഓണപ്പാട്ടിന്റെ കാര്യം, ഇതിന്റെ വിഷ്വലൈസേഷൻ നമ്മൾ എന്താ നമ്മുടെ നാട്ടുമ്പുറത്താണെങ്കിലും അല്ലെങ്കിൽ ഈ സിനിമകളിൽ സീരിയലുകളിൽ നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള വിഷ്വൽസ് ആണ്. പക്ഷേ ചേട്ടൻ ഇതിനു മുമ്പ് ചെയ്ത അയ്യങ്കാളിയുടെ ആ വില്ലുവണ്ടി യാത്ര, അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ മാത്രം വായിച്ച് കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അത് വായിക്കുമ്പോൾ തന്നെ കട്ട രോമാഞ്ചമാണ്. അതിന്റെ വിഷ്വലൈസേഷൻ ചേട്ടൻ ചെയ്തെടുത്തു. നമ്മൾ കണ്ടിട്ടില്ലാത്ത, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്, കണ്ടിട്ടില്ലാത്ത ആ ഒരു ന്യൂ വേൾഡ്, ന്യൂ വിഷ്വലൈസേഷൻ, അത് ക്രിയേറ്റ് ചെയ്യേണ്ട ആ ഒരു തോട്ട് പ്രോസസ്സ്, അതിൽ നിന്ന് എങ്ങനെയാണ് ഇത് വിഷ്വലാക്കി മാറ്റുന്നത്? അതിന്റെ ഒരു ക്രിയേഷൻ എങ്ങനെയാണ്? ആക്ച്വലി ഞാൻ പിന്നെ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ലീൻസാറാണ്. അപ്പോൾ സാറിങ്ങനെ വന്നിട്ട് അഭിലാഷ് ഒരു ഈവനിങ്ങിലാണ് സാറിങ്ങനെ വന്ന് ചോദിക്കുന്നത്, അഭിലാഷ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് എനിക്ക്, അയ്യങ്കാളി ദിനമാണ്, അത് ഏകദേശം ഒരു ലേറ്റ് ഒരു 7 o'clock സമയത്താണ് വന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ചെയ്തു തരാൻ പറ്റുമോ, ഇതിങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു പിന്നെ ഞാൻ നമ്മുടെ കിരൺ ബാബു ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഓഡിയോ എടുത്തത്. പുള്ളിയുടെ വോയിസ് അറിയാമല്ലോ, ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും, പുള്ളി ആ രീതിയിലായിരിക്കും എഴുതിയെടുക്കുന്നത്. അപ്പോൾ പുള്ളി ആ രീതിയിൽ തന്നെ ചെയ്ത് അത് തന്നെ ആ ഒരു പഞ്ചോട്ട് ഡയലോഗിലോട്ട് എൻ്റെ അടുത്ത് കൊണ്ട് വരുന്നു. അപ്പോൾ ഞാനത് കേട്ട് 2-3 പ്രാവശ്യം പുള്ളിയുടെ വോയിസ് ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ ആ പഴയ കാലഘട്ടവും ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ വരികയായിരുന്നു. അപ്പോൾ ഞാനത് എന്നിട്ട് സാറിനോട് പറഞ്ഞു, സാറ് ഞാൻ ഇതെന്തൊന്നും ചെയ്തിട്ട് ഞാൻ ആക്ച്വലി പറഞ്ഞ ഏകദേശം 2-3 മണിക്കൊക്കെയാണ് രാത്രി നിന്ന് തീർക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ സാറിനെ തന്നെ കാണിച്ചു. സാർ പറഞ്ഞു ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നത്തെ ആ കാലഘട്ടം ഈ കാര്യങ്ങളെല്ലാം ഗൂഗിളിൽ തപ്പിയും കിട്ടാവുന്ന ഇമേജസ് എല്ലാം എടുക്കുകയും അതിനെപ്പറ്റി എനിക്കറിയാൻ പറ്റുന്ന കൂടുതൽ വിഷ്വൽസും കാര്യങ്ങളൊക്കെ. വില്ലുവണ്ടി എന്നൊക്കെ പറഞ്ഞ സാധനം നമ്മളൊരിക്കലും കണ്ടിട്ടില്ല, എൻ്റെ കാലയളവിലൊന്നും വില്ലുവണ്ടി ഇല്ല. അപ്പോൾ അതെങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ചു. പിന്നെ അത് ആൾക്കാരൊക്കെ വരച്ചു വെച്ചിരുന്ന ഇമേജസ് ഒക്കെ കണ്ടു. പിന്നെ അതുപോലെ അന്നത്തെ ആൾക്കാരോടത്ത് എങ്ങനെയാണ് പിന്നെ ഈ പുള്ളി അയ്യങ്കാളി എങ്ങനെയാണ് ഫേസിലിരിക്കുന്നത് എങ്ങനെയാണ്, പിന്നെ അതുപോലെ തന്നെ അയ്യങ്കാളി എങ്ങനെയായിരിക്കും ബാക്കിയുള്ള പെരുമാറുള്ളത് എന്നൊക്കെ വരച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അതിന് ഇൻസ്പയർ ഒക്കെ ആയിട്ടാണ് ഈ സാധനം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഇൻപുട്ട് എഐക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കുറച്ചും കൂടെ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ ഔട്ട്പുട്ട് വരുന്നുണ്ട്. എന്തെന്നാലും ഈ എഐ എന്ന് പറയുന്ന സാധനം നമ്മൾ പിന്നെ സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് പിന്നെ ക്രിയേറ്റേഴ്സിന് ഒരുപാട് യൂസ്ഫുൾ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ജോലി കളയും എന്നുള്ളതിനെക്കാട്ടി ജോലി കൂട്ടും എന്നാണ് തോന്നുന്നത്. കാരണം കുറെ കൂടെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ ഇതായിരുന്നു. ചേട്ടൻ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇമോഷണലി കണക്ട് ചെയ്ത, ഞാൻ ഒരുപാട് ഈ ന്യൂസ് ഐറ്റി വരുന്നതിന് മുമ്പ് തന്നെ വാട്സപ്പ് വഴിയൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുള്ളത്, ഈ വയനാട് പുത്തുമല ദുരന്തം നടന്ന സമയത്ത് ഒരു ആനയുടെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു, ഒരു അമ്മൂമ്മയുടെ നറേഷനൊക്കെ ആയിട്ട്. അപ്പോൾ ചേട്ടൻ പേഴ്സണലി ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതാണ്. ഏതാണ് ചേട്ടൻ്റെ ഒരു കോൺസെപ്റ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത്? എനിക്ക് അങ്ങനെ ആക്ച്വലി പറഞ്ഞാൽ അതില് ഞാൻ പിന്നെ നമ്മുടെ അർജുൻ്റെ സ്റ്റോറിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തത്. കാരണം ഞാൻ
നമ്മുടെ ചാനലില് പിന്നെ അർജുൻ്റെ സ്റ്റോറി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു റിപ്പോർട്ട് മാത്രമാണ് അവിടെ പോയി നിന്ന് ചെയ്തത്. അയാൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവിടെ നിന്ന് മഴയത്തൊക്കെ കെ വി ബൈ ചേട്ടൻ. അപ്പോൾ ആ ചേട്ടൻ്റെ വിഷ്വല് ഞാനിരുന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അതിനും കാരണക്കാരൻ ലീൻ സാറാണ് മനസ്സിലെ. അപ്പോൾ ലീൻ സാർ ഒരിക്കലും എന്നോട് വന്ന് പറഞ്ഞു, അഭിലാഷ് ഞാനൊരു ആ സ്റ്റോറിയിൽ ഒരു ബൈജ് പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിച്ചു, അത് അഭിലാഷിന് സ്റ്റോറി ആക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു സാറേ അത് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അഭിലാഷ് അതിൽ പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട്, പിന്നെ ബൈജ് പറയുന്നുണ്ട് ഇടയ്ക്ക്, പിന്നെ ബൈജേട്ടൻ പറയുന്നുണ്ട് ആ വണ്ടിക്കകത്ത് ഒരു കളിപ്പാട്ടായിരിക്കുമായിരുന്നു, ആ കളിപ്പാട്ടം പിന്നെ എൻ്റെ മകന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് ഒരു കൂട്ടുകാരനോട് പറഞ്ഞതായിട്ട് അർജുൻ പറഞ്ഞതായിട്ട് ഒരു ഡയലോഗ് അയാളുടെ പിന്നെ അവിടെ നിന്ന ഒരു പിന്നെ അർജുൻ്റെ കൂട്ടുകാരൻ ബൈജേട്ടനോട് പറഞ്ഞതായിട്ട് ബൈജേട്ടൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സാധാരണ എല്ലാവരും കേട്ടിട്ട് ഓക്കെ സാധാരണ റിപ്പോർട്ടിങ് എന്നുള്ള രീതിയിൽ അങ്ങ് ആയിട്ട് പോകും. പക്ഷെ ലീൻ സാർ അത്രയും പോർഷൻ മാത്രം ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ പുള്ളി അത് നോട്ട് ചെയ്തു. പുള്ളി എന്നോട് അത് എഴുതിയിട്ട് എന്നോട് പറഞ്ഞു പക്ഷേ ഇതൊരു സ്റ്റോറി ആക്കി നമുക്ക് ഇറക്കിയാൽ നല്ല രസമായിരിക്കും. അന്ന് നമ്മുടെ സൈത്തേട്ടനെ കൊണ്ടുവന്ന് ഓഡിയോ ഡബ് ചെയ്യിപ്പിച്ചിട്ട് അത് നമുക്ക് അതിനുള്ള വിഷ്വൽ കിട്ടാൻ സാധ്യതയില്ല, പിന്നെ നമുക്ക് ആ സമയത്ത് അങ്ങോട്ട് പോകാനുള്ള സാധ്യതയില്ല, നമുക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യവും ഇല്ല. അങ്ങനെ ഒരു അർജുൻ നമ്മൾ കാണാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ സാഹചര്യത്തില്ല. അപ്പോഴത്തേക്ക് സാർ ഇങ്ങനെ എനിക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇരുന്നിട്ട് അതെങ്ങനെയായിരിക്കാം കാരണം അത് ആ കളിപ്പാട്ടം വെച്ചിരുന്നത്, അയാൾ ഇതെങ്ങനെയായിരിക്കും പിന്നെ കുട്ടി കൊണ്ടുകൊടുക്കാൻ പോയിരുന്നത്, ആ സമയത്ത് ഇങ്ങനെയാണ് ഇത് പൊട്ടിയത് എന്നൊക്കെ മീൻസ് അവിടെ മണ്ണിടിച്ചിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ട് ഞങ്ങൾ അത് ചെയ്തായിരുന്നു. അത് ആക്ച്വലി ഞങ്ങളത് യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലായിടത്തും കൊടുത്തായിരുന്നു. നല്ല റീച്ചുമായി ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നു. കാരണം വെച്ചാൽ ഈ സമയത്താണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്, ഇങ്ങനെ സത്യമായിരിക്കുമോ എന്നുള്ളതൊക്കെ ആൾക്കാരുണ്ട്. അതിനുശേഷം ഈ അർജുൻ്റെ വണ്ടി കണ്ടുപിടിക്കുകയും വണ്ടി വെള്ളത്തിൽ നിന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അതിനകത്ത് ഈ കളിപ്പാട്ടം ഉണ്ടെന്നുള്ളത് നമ്മൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യണം. ലാസ്റ്റ് ഏകദേശം ഒരു 6 മാസം ശേഷമാണെന്ന് അർജുൻ്റെ കണ്ടുപിടിക്കുന്നത് അല്ലേ, ഏകദേശം ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ ശേഷം കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് ഈ വണ്ടി ഉണ്ടായിരുന്ന കാര്യമാണ്. അന്ന് ഞങ്ങൾ ഏകദേശം ഇന്ന് പറഞ്ഞ കാര്യം യഥാർത്ഥത്തിൽ അത് പിന്നെ അയാളുടെ മോന് വേണ്ടി അങ്ങനെ ഒരു കളിപ്പാട്ട് പിടിച്ചു. ആ സ്റ്റോറി ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. കാരണം അത് സാറത് നോട്ട് ചെയ്യായിരുന്നു, അതെന്നെ കൂടി ചെയ്യിപ്പിച്ച് സാറത് പിന്നെ ഔട്ട്പുട്ട് കൊടുക്കുകയായിരുന്നപ്പോഴത്തേക്കും നമ്മൾ പിന്നെ നമുക്കൊരിക്കലും വിഷ്വൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് എയുടെ സഹായത്തോടെ നമ്മളന്ന് വിഷ്വൽ ചെയ്ത് കൊടുക്കുക. അന്ന് ചീത്ത പറഞ്ഞ എല്ലാവരും അന്ന് ആ സ്റ്റോറി വീണ്ടും എടുത്ത് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു വലിയൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തായാലും ന്യൂസ് 8ന്റെ ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റോറീസ് ഇനി കാണുമ്പോൾ പ്രേക്ഷകരാരും സംശയിക്കേണ്ട ഇതൊക്കെ ആര് ചെയ്തെടുക്കുന്നത് നമ്മുടെ സ്വന്തം അഭിലാഷ് ചേട്ടനാണ്. ഇനിയും ഇത്തരത്തിൽ ഗംഭീരമായിട്ടുള്ള വിഷ്വലൈസ് ചെയ്തിട്ടുള്ള സ്റ്റോറീസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ അജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് ഒരുപാട് വിഷ്വൽസ് വീഡിയോകളൊക്കെ ഇതിനു മുമ്പും മലയാളി പ്രേക്ഷകർ ന്യൂസ് 8-ൻ്റേതായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കുകയും മനസ്സിൽ സൂക്ഷിക്കുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതിൽ ഇപ്പോൾ നമ്മൾ ഈ സംസാരത്തിൻ്റെ ഇടയിൽ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വയനാട്ടിൽ ഉരുൾപൊട്ടൽ ചൂരൽമലയും മുണ്ടക്കൈയും ഒക്കെ കവർന്നെടുത്ത ആ ദുരന്തപൂർണമായ ഒരു സമയം, അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട അപകടത്തിൽ പെടാതിരുന്ന ഒരു മുത്തശ്ശി മാധ്യമങ്ങളോട് അവർ നേരിട്ട അനുഭവം പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഉരുൾ പൊട്ടി വന്ന സമയത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതും ചെന്നെത്തിയതൊരു കാട്ടുകൊമ്പൻ്റെ മുന്നിലായിരുന്നു എന്നുള്ളതും, പക്ഷേ ആ കാട്ടുകൊമ്പൻ തങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ടാകാം തങ്ങളെ ഉപദ്രവിച്ചില്ല, സംരക്ഷണം ഒരുക്കുന്നത് പോലെ നിന്നു എന്നുള്ള വളരെ വൈകാരികമായിട്ടുള്ളൊരു കഥ. ആ കഥയ്ക്ക് അന്ന് ആ മുത്തശ്ശി പറയുന്ന ഒരു ബൈറ്റാണ് മാധ്യമങ്ങൾക്കെല്ലാം മുമ്പിൽ വന്നത്. അതാണ് ആദ്യം പ്രേക്ഷകർ കേട്ടത്. അപ്പോൾ ആ കഥ എങ്ങനെയായിരിക്കും, ആ സാഹചര്യം എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക എന്നത് ആലോചിച്ച് വളരെ ക്രിയേറ്റീവായി അതിൻ്റെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ വീഡിയോ ചെയ്തത് അഭിലാഷ് ആയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അയ്യങ്കാളി ജയന്തിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ സമയങ്ങളിലൊക്കെ നമുക്ക് വിഷ്വൽസിന് ഒരു അപര്യാപ്തത വരുന്ന സമയത്ത് അഭിലാഷ് ഈ വീഡിയോകളിലൂടെ അത് കൃത്യമായി അത് പ്രേക്ഷകരിലേക്ക് കൺവേ ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള വീഡിയോകൾ ഒരുക്കാറുണ്ട്. അത് പ്രേക്ഷകരെപ്പോഴും ഏറ്റെടുക്കാറുമുണ്ട്. ഒരുപക്ഷെ അഭിലാഷ് കുമാറാണ് ന്യൂസ് 18 കേരളത്തിൻ്റെ ഗ്രാഫിക്സ് വിഭാഗത്തിൻ്റെ ക്രിയേറ്റീവ് ഹെഡായിട്ടുള്ള വ്യക്തിയാണ്. ഒരുപക്ഷെ ഇതിനൊക്കെ പിന്നിൽ ഉണ്ടായിരുന്ന കലാകാരൻ എന്നുള്ളത് ഒരുപക്ഷെ എല്ലാ പ്രേക്ഷകർക്കും അറിയുന്നുണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അഭിനന്ദനം അറിയിക്കാറുണ്ട്. ഒരിക്കൽ കൂടി ഈ മനോഹരമായ ചാരുതയാർന്ന ഓണപ്പാട്ടിൻ്റെ വിഷ്വൽ ഒരുക്കിയതിന് ഒരിക്കൽ കൂടി ഞങ്ങൾ ഔദ്യോഗികമായിട്ടുള്ള ഒരു അഭിനന്ദനം കൂടി അറിയിക്കുകയാണ്. എപ്പോഴും നമ്മൾ കാണുമ്പോൾ പറയാറുള്ളതാണ്, പുള്ളിക്കാരൻ്റെ കലാവിരുതും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്, അഭിനന്ദിക്കാറുള്ളതാണ്. ഒരിക്കൽ കൂടി പ്രേക്ഷകരെ അതൊന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളതല്ലേ ഉള്ളൂ. അതിന് പിന്നിലെ കലാകാരൻ ആരാണ്,
എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ മനോഹരമായ ഓണപ്പാട്ട് ഒരിക്കൽ കൂടി കേട്ടിട്ട് വരാം. ഓണം വന്നോണം വന്നേ നാടെങ്ങും ഓണം വന്നേ നിങ്ങളെ പുത്തിരുവാതിര നിങ്ങളെ മാറണം ആക്കിന് തുമ്പത്തോണമായി മാവേലി തമ്പുരാനിൻ വന്നേ മുകളമുറ്റത്ത് തുമ്പിയായേ അപ്പോൾ നമുക്കിനി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി വിശദമായി പരിശോധിക്കാം അല്ലേ. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് SCO ഉച്ചകോടിയിൽ പങ്കെടുക്കുകയാണ്. യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഇന്നലെയാണ് ചൈനയിൽ എത്തിയത് അദ്ദേഹം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ഉഭയകക്ഷി ചർച്ചയും പ്രധാനമന്ത്രി നടത്തും. ഇരു നേതാക്കളും ഇന്ത്യ ചൈന സാമ്പത്തിക ബന്ധങ്ങൾ വിലയിരുത്തും. അമേരിക്ക ഉയർന്ന തീരുവ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ യോഗം നിർണായകമാണ്. MG മിഥുൻ നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ഗുഡ് മോർണിംഗ്. ഈ ലോക ക്രമത്തിൽ തന്നെ ഒരു മാറ്റം അതിന് സൂചന നൽകിക്കൊണ്ടാണ് ഷീ ജിൻപിങ്, മോദി, പുടിൻ കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത്. എത്രത്തോളം നിർണായകമാണ് ലോകരാഷ്ട്രീയത്തിൽ തന്നെ ഈ വിഷയം, ഈ കൂടിക്കാഴ്ച, ഉച്ചകോടി എന്നുള്ളത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. വിശദാംശങ്ങൾ എങ്ങനെയാണ്? അതെ, ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട, വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ച തന്നെയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇന്ത്യൻ സമയം 9:30 കൂടിയാണ് മോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത്. ഇതിൽ വിവിധ കാര്യങ്ങൾ ചർച്ചയിലേക്ക് വരും. ഒപ്പം തന്നെ നമുക്കറിയാം, സമീപകാലത്ത് US ഏർപ്പെടുത്തിയിട്ടുള്ള ഈ പകരച്ചുങ്കം, ഒപ്പം തന്നെ അധിക തീരുവ, അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിനെതിരെ പോരാടുക എന്ന രീതിയിൽ ബ്രിക്സ് രാജ്യങ്ങൾ കൂടുതൽ മുന്നേറ്റം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം ജപ്പാൻ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ചില വാക്കുകൾ കൂടി അത് സൂചിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം, അത് ലോകക്രമത്തിൽ തന്നെ അല്ലെങ്കിൽ ലോകത്തെ സമ്പദ് വ്യവസ്ഥയിൽ തന്നെ വലിയ നിർണായക ശക്തികളാകാൻ പോകുന്ന ഒരു തീരുമാനമാണ് എന്ന രീതിയിലുള്ള ചില വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത്. കഴിഞ്ഞ വർഷം SCO മീറ്റിംഗിൽ, റഷ്യയിൽ വെച്ച് നടന്ന മീറ്റിംഗിലായിരുന്നു ഇത്തരത്തിലൊരു മഞ്ഞുരുകൽ ഇന്ത്യ ചൈന ബന്ധത്തിലുണ്ടാകുന്നത്. 2020 ഇത്തരത്തിൽ ഗോൽവാൻ താഴ്വരയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ രീതിയിൽ അവരുടെ നയതന്ത്ര ബന്ധത്തിലും ഒപ്പം തന്നെ വ്യാപാരത്തിലും ഒക്കെ തന്നെ പിന്നോക്കം പോവുകയും ചെയ്ത് അത് വീണ്ടും ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെ നിന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചൈനയിലേക്ക് പോകുന്നു. അവിടുത്തെ വിദേശകാര്യമന്ത്രി വാങ് യി ഇന്ത്യയിലേക്ക് വന്ന് കൂടിക്കാഴ്ചകൾ നടത്തുന്നു. പ്രതിരോധ മേഖലയിലും ഒപ്പം തന്നെ മറ്റ് വാണിജ്യ മേഖലയിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയും ഒപ്പം തന്നെ സഹകരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ചില ധാരണകളിലേക്കൊക്കെ എത്തി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ ചർച്ചയിൽ ഈ US-ന്റെ തീരുവയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായും ചർച്ചയ്ക്ക് വരും. മറ്റ് കാര്യങ്ങൾ കൂടി, ഇന്ത്യ ചൈനയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഈ കോവിഡിന് ശേഷം വിമാന സർവീസുകളൊക്കെ പൂർണ്ണമായും നിർത്തലാക്കിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത് പുനരാരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നുള്ള ആവശ്യം വളരെ ശക്തമായി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിൽ ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും തമ്മിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ വിസ പ്രോസസ്, അത് ചില രീതിയിൽ ചില തടസ്സങ്ങളും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൂർണ്ണതോതിൽ ആകുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതിൽ ചില ധാരണയിലേക്ക് എത്താവുന്ന മറ്റു വിഷയങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ചൈന വിപണിയിൽ ഇന്ത്യൻ ഇലക്ട്രിക് വാഹനങ്ങൾ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇന്നത്തെ ഈ ഒരു കൂടിക്കാഴ്ചയിലുണ്ടാകും. ഏകദേശം ഒരു 45 മുതൽ 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ് ഇരു നേതാക്കളും തമ്മിൽ നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇറക്കുന്നതിൻ്റെ ആവശ്യകത, അക്കാര്യത്തെ സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടാകും. വിതരണ ശൃംഖല 2020 മുൻപുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്.
നടക്കുന്നത്. ഒപ്പം തന്നെ ചൈനയിൽ നിന്ന് മരുന്ന് നിർമ്മാണ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുണ്ടാകും. ഒപ്പം തന്നെ അതിർത്തിയിലെ നദികളിലെ ജലം പങ്കിടുന്ന ധാരണ, നമുക്കറിയാം ബ്രഹ്മപുത്ര നദീജല കരാറടക്കവുമായി ബന്ധപ്പെട്ടുള്ള വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അക്കാര്യത്തിലും ഒരു അന്തിമ തീരുമാനങ്ങളുണ്ട്. ഒപ്പം തന്നെ ഈ സംഘർഷം ഉടലെടുത്തതിന് പിന്നാലെ നിരവധി ആപ്പുകൾക്കും ഒപ്പം തന്നെ മറ്റ് ഈ ടിക്ടോക്ക് പോലെയുള്ള ചൈനീസ് ആപ്പുകൾക്കൊക്കെ വലിയ നിയന്ത്രണം ഇന്ത്യ ഏർപ്പെടുത്തിയിരുന്നു. അത് നിരോധിക്കുന്ന നടപടികളിലേക്കൊക്കെ, കടുത്ത നടപടികളിലേക്കൊക്കെ ഇന്ത്യ കടക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഈ ആപ്പുകൾക്കൊക്കെയുള്ള വിലക്ക് അത് പിൻവലിക്കുന്ന കാര്യങ്ങളുമൊക്കെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മറ്റൊന്ന്, ചൈനയുടെ പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങളുണ്ട്. അതായത് ഈ ചൈനീസ് നിക്ഷേപങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പൂർണ്ണമായും നീക്കണമെന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, ഈ 51% നിക്ഷേപം വേണമെന്നുള്ളൊരു ആവശ്യം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ചൈന മുന്നോട്ട് വെക്കുന്നു. പക്ഷേ ഇക്കാര്യത്തിലൊരു അയവ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു 25% നിക്ഷേപം അത് അനുവദിക്കാനുള്ള സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ നിർമ്മാണം, ഊർജ്ജം, വാഹനം തുടങ്ങിയ മേഖലയിലും ഇക്കാര്യത്തിലുള്ള സഹകരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾക്കും ഒക്കെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്ന് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഏവരും ലോകമെമ്പാടുമുള്ളവർ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ടത് മറ്റൊരു ലോകക്രമത്തിലേക്ക് നീങ്ങുമോ എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും അതുതന്നെയാണ് മിഥുൻ, MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മിഥുനിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ ചൈന ബന്ധം അത് കൂടുതൽ സൗഹാർദ്ദപരമാകുന്നു, ഊഷ്മളമാകുന്നു. വാണിജ്യ വ്യാപാര മേഖലകളിലും നയതന്ത്ര മേഖലകളിലും എല്ലാം ആ കൂട്ടുകെട്ട് കൂടുതൽ ദൃഢമുള്ളതാകുന്നു, കൈകോർക്കുന്നു എല്ലാ മേഖലകളിലും. എന്നതിനപ്പുറം ട്രംപിന്റെ സ്വേച്ഛാധിപത്യം, അതിനെതിരെ 3 ലോക വൻ ശക്തികൾ ഒരുമിക്കുന്നു, കൈകോർക്കുന്നു, പുതിയൊരു ലോകക്രമത്തിന് തുടക്കമാകുന്നു. അങ്ങനെ ഒരുപാട് സൂചനകളും മുന്നോട്ട് വെക്കുന്ന അത്രത്തോളം പ്രാധാന്യമുള്ളൊരു കൂടിക്കാഴ്ചയായി, ഉച്ചകോടിയായി ഇത് മാറുന്നത് ആ തരത്തിൽ കൂടിയല്ലേ? താങ്കളുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? ലോകം ഉറ്റുനോക്കുന്ന കൂടിക്കാഴ്ചയാണ് ഷീ ജിൻപിങ്ങും മോദിയും തമ്മിൽ ഇന്ന് കുറച്ചു കഴിയുമ്പോൾ നടക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഇതിന്റെ സാഹചര്യമാണ് ഈ കൂടിക്കാഴ്ചയുടെ പ്രത്യേകത. അമേരിക്കയുമായി വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെട്ടു നിൽക്കുന്ന ഈ സമയത്ത് നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് അർത്ഥതലങ്ങൾ വളരെ കൂടുതലാണ്. യഥാർത്ഥത്തിൽ ചൈനയുമായി ഉണ്ടായ പ്രശ്നങ്ങൾ, ചരിത്രപരമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അയൺ ഔട്ട് ചെയ്യാൻ ലഭിക്കുന്ന ഒന്നാന്തരം അവസരം കൂടിയാണിത്. ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് പലപ്പോഴും യഥാർത്ഥ നിലപാടുകളിലേക്ക് എത്തേണ്ടി വരുന്നത്. ആ ഒരു സെൻസിൽ നോക്കുമ്പോൾ 2017 ദോക്ലാം സംഘർഷം, 2020 ഗൽവാൻ സംഘർഷം, ഇതെല്ലാം അതിർത്തി മേഖലയെ അശാന്തമാക്കിയ സംഘർഷത്തിന് 2024 ഒക്ടോബറിൽ ഭാഗികമായി പരിഹാരമായി ഒരു പൂർണ്ണ പരിഹാരത്തിലേക്ക്, അതിർത്തി തർക്കത്തിന് പൂർണ്ണ പരിഹാരം എന്നതാവും ആദ്യത്തെ പരിഗണനാ വിഷയം. അതിനുശേഷം ഇന്ത്യ എടുത്ത ചില ഡിഫൻസീവ് മെഷേഴ്സ്, ആപ്പുകൾ നിരോധിക്കുന്ന, ചൈനീസ് ആപ്പുകൾ നിരോധിക്കുന്ന ഉൾപ്പെടെ, ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ്സിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. അതിനുള്ള വഴി ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നത്. ഉഭയകക്ഷി ചർച്ചകൾ എന്നതിനേക്കാൾ അടുത്ത തലത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ റഷ്യ, ചൈന, ഇന്ത്യ അച്ചുതണ്ട് രൂപപ്പെടുന്നു എന്ന ഒരു സന്ദേഹം അമേരിക്കയ്ക്കും പാശ്ചാത്യ ശക്തികൾക്കുമുണ്ട്. ബ്രിക്സ് കൂട്ടായ്മ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒന്നാന്തരം അവസരമായി ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷനിലെ ഈ സമ്മേളനത്തെ മാറ്റിയെടുക്കാം എന്ന ഒരു ധാരണ പൊതുവെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇത് ലോക രാഷ്ട്രീയത്തിന്റെ, ഭൗമരാഷ്ട്രീയത്തിന്റെ ആകമാന ഗതിവിഗതികളെ മാറ്റിമറിക്കാൻ പര്യാപ്തമായ ഒന്നാണ്. ഒരുപക്ഷെ 2025 വർഷം ചരിത്രത്തിൽ കുറിക്കപ്പെടുന്നത് 1945 2ാം ലോക മഹായുദ്ധം നിർത്തിയതിനു ശേഷമുണ്ടായ ശീതയുദ്ധം അവസാനിച്ച 1991. ഈ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ചരിത്രത്തിന്റെ ഗതിവിഗതികൾ മാറി മറിയുന്ന വർഷമായി ഒരുപക്ഷെ 2025 വർഷം കുറിക്കപ്പെടും. കാരണം ലോക ജനസംഖ്യയുടെ 1/3 ചൈനയിലും ഇന്ത്യയിലും കൂടിയാണ്. ഏതാണ്ട് 142 കോടി ജനം ഇന്ത്യയിലും സമാനമായ ഒരു ജനസംഖ്യ ചൈനയിലും ഉള്ളപ്പോൾ 1 out of 3 ഹ്യൂമൻ ബീയിങ്സ് ഇന്ത്യയിലും ചൈനയിലുമായി അധിവസിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയും ചൈനയും മാറ്റി നിർത്തിക്കൊണ്ട് ഭൗമരാഷ്ട്രീയത്തെ കാണാനാവില്ല, ലോക വ്യവസ്ഥിതിയെ തന്നെ കാണാനാവില്ല. അതുകൊണ്ടാണ് ഏഷ്യയുടെ നൂറ്റാണ്ട് പിറന്നിരിക്കുന്നു എന്ന ചിന്ത കുറെ കാലമായിട്ടുണ്ട്. പക്ഷെ ഏഷ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ജപ്പാൻ, ചൈന, ഇന്ത്യ, ഈ 3 വൻ ശക്തികളായ സാമ്പത്തിക സൈനിക ശക്തികൾ ഈ മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ ഈ ഏഷ്യൻ വൻകര ചിതറി നിൽക്കുന്നു എന്ന ഒരു പ്രതീതിയാണ്. ഇപ്പോൾ പാശ്ചാത്യ ഡോമിനൻസിനെതിരെ, യൂറോസെൻട്രിക് ആൻഡ് ട്രാൻസ് അറ്റ്ലാന്റിക് ലോക ക്രമത്തിനെതിരെ ഏഷ്യൻ ശക്തികളുടെ സംയോജനം സാധിക്കുമോ എന്നതാണ് ഈ കൂടിക്കാഴ്ച പ്രധാനം. ഇവിടെ ഒരു ഹൈപ്പ് ജനറേറ്റ് ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരിയായി യഥാർത്ഥത്തിൽ 7 വർഷമായി ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈന സന്ദർശിച്ചില്ല എന്നോർക്കണം.
സന്ദർശിക്കാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ സന്ദർശനം പല കാരണങ്ങളാൽ ഷെൽവ് ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ ഇന്ത്യ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഇനി വരാനിരിക്കുന്ന ഒരു പിടി സന്ദർശനങ്ങളും സമ്മേളനങ്ങളും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രഖ്യാപനം വന്നു, ട്രംപിന്റെ ഇന്ത്യ സന്ദർശനം. ഷാങ്ഹായ് ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിൽ അമേരിക്കയ്ക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ട്രംപിന്റെ ഇന്ത്യ സന്ദർശനം ഇപ്പോൾ പുട്ട് ഓൺ ഹോൾഡ് ആണ്. അതിനർത്ഥം ചൈനയ്ക്കെതിരായി അമേരിക്ക, ജപ്പാൻ, ഇന്ത്യ, ഓസ്ട്രേലിയ ഈ 4 രാജ്യങ്ങൾ ചേർന്ന് രൂപപ്പെടുത്തിയ ക്വാഡ് എന്ന കൂട്ടായ്മ, അതിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് ട്രംപിന് വിസമ്മതം ഉണ്ടെങ്കിൽ അതിനർത്ഥം ചൈനയെ ഒറ്റപ്പെടുത്തി ചൈനയ്ക്കെതിരായി ഏഷ്യൻ ശക്തികളുടെ അല്ലെങ്കിൽ ഓസ്ട്രേലേഷ്യൻ ശക്തികളുടെ ഒരു സംയോജനം എന്ന അമേരിക്കൻ പദ്ധതി ബാക്ക് സീറ്റിലേക്ക് മാറി എന്ന് തന്നെയാണ് അതിനർത്ഥം. അതോടൊപ്പം ഈ മോദി ട്രംപ് സൗഹൃദം എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ആ സൗഹൃദത്തിനൂടെ കൂടി തിരശീല വീണ ഒരു സാഹചര്യം എന്ന് നമുക്കിതിനെ വിലയിരുത്താമോ? ഈ കഴിഞ്ഞ ദിവസമാണ് സ്ഥിരീകരണം ഉണ്ടാകുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് തന്നെ സ്ഥിരീകരണം ഉണ്ടാവുകയാണ്. ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിച്ചത് മോഡിയുടെ എൻഡോഴ്സ്മെന്റ് ആണ്. ട്രംപിന് നൊബേൽ സമാധാന സമ്മാനം ലഭിക്കുന്നതിന് വേണ്ടി, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി ട്രംപ് നടത്തിയ ഇടപെടലുകൾ അത് അക്നോളജ് ചെയ്തുകൊണ്ട് സമാധാനത്തിന് നോബൽ സമ്മാനത്തിന് വേണ്ടി ഇന്ത്യ പ്രപ്പോസ് ചെയ്യും എന്ന പ്രതീക്ഷ, അത് ആദ്യം ഒരു ഉട്ടോപ്പിയൻ ഐഡിയയായി, ഒരു ഭ്രാന്തൻ ആശയമായി പലരും ചിത്രീകരിച്ചുവെങ്കിലും അതിൽ യാഥാർത്ഥ്യമുണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് കൂടുതൽ വ്യക്തമാകുന്നത്. അതിനർത്ഥം വ്യക്തിപരമായ ഇക്വേഷൻ എന്നത് ഒരു ഊതിപ്പെരുപ്പിച്ച കണക്ക് മാത്രമായിരുന്നു. ദേശീയ താല്പര്യം വന്നപ്പോൾ ഇവിടെ ഇന്ത്യ വ്യക്തമായ ദേശീയ സോവറിൻ ഓട്ടോണമി എന്നുള്ളത്, ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന തന്ത്രപരമായ ഒരു നിലപാട്, അതിൽ കടുകിട വിട്ടുവീഴ്ച വരുത്താൻ ഭാരതം തയ്യാറായില്ല. മോദിയും ട്രംപും തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദത്തിന് കൂടുതൽ അർത്ഥങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നതാണ്. ഇവിടെ ട്രംപിന്റെ ഈഗോ വർക്ക് ചെയ്യുകയും ട്രംപ് വ്യക്തിപരമായി മോദിയിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ചെലവിൽ മോദിയിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ആഗ്രഹിച്ചു. ഇന്ത്യയുടെ പ്രഖ്യാപിതമായ നിലപാടാണ് തേർഡ് പാർട്ടി ഇനിഷ്യേറ്റീവ് ഒരു പ്രശ്നപരിഹാരത്തിന് ഉണ്ടാവില്ല എന്നത് ചരിത്രപരമായ നിലപാടാണ്. ഷിംല എഗ്രിമെന്റ് മുതലുള്ള 1972 മുതലുള്ള വ്യക്തമായ നിലപാടാണ്. ആ നിലപാടിൽ നിന്നും പിന്നാക്കം പോകാൻ ഇന്ത്യ തയ്യാറായില്ല. ട്രംപിനോടുള്ള ചങ്ങാത്തം ഉപേക്ഷിക്കേണ്ടി വന്നാലും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഭാരതത്തിന്റെ വിദേശ നയം എന്ന് പറയുന്ന ഒരു ഗവൺമെന്റിന്റെ വിദേശ നയം മാത്രമല്ല, ഇന്ത്യയുടെ വിദേശ നയമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ സമയത്താണ് ആ വിദേശ നയം ഉണ്ടാകുന്നത്. അതായത് ബൈലാറ്ററലിസം എന്ന വിദേശ നയം. അതിൽ കടുകിട വിട്ടുവീഴ്ച ചെയ്യാൻ മോദി സർക്കാരും തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ ദേശീയ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന സർക്കാരിനെയും രാജ്യത്തെയും നമ്മൾ കാണുന്നു. അതുകൊണ്ടാണ് ട്രംപും മോഡിയും തമ്മിലുള്ള ഇക്വേഷൻ ഇനി പ്രസക്തമേ അല്ല. ഒരു രാജ്യത്തെയും നേതാക്കൾ തമ്മിലുള്ള വ്യക്തിപരമായ ഇക്വേഷൻസ് പ്രസക്തമല്ല. കാരണം വ്യക്തിപരമായ ഇക്വേഷൻ രാജ്യ താല്പര്യത്തിന് വേണ്ടി പ്രയോഗിക്കാൻ, മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടി പ്രയോഗിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് പൂർത്തിയാവുക. ഇവിടെ സ്റ്റേറ്റ്സ്മാൻഷിപ്പ് അല്ല, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ്സ്മാൻഷിപ്പ് അല്ല, ഒരു ട്രാൻസാക്ഷണൽ പ്രസിഡന്റ് എന്ന നിലയിൽ മാത്രമാണ് ട്രംപ്. സ്റ്റേറ്റ്സ്മാൻഷിപ്പിന്റെ ലെവലേശമില്ലാത്ത രീതിയിലുള്ള ഒരു കച്ചവട തന്ത്രം മാത്രമായിരുന്നു. ആ കച്ചവട തന്ത്രം, വ്യക്തിബന്ധങ്ങളിൽ അധിഷ്ഠിതമായ ഒരു കച്ചവട തന്ത്രം ഒരിക്കലും അമേരിക്കയെ ഗ്രേറ്റ് ആക്കില്ല. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞാൽ മോദി ഇപ്പുറത്ത് നിന്ന് പറയും മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ. ഈ മീഗായും എല്ലാം കൂടെ ചേർന്ന് ഒരു മെഗാ ഫ്ലോപ്പായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ കുറച്ചുകൂടി യാഥാർത്ഥ്യത്തോടെ മറ്റു മാർക്കറ്റുകൾ തേടി പോവുകയും മറ്റ് സൗഹൃദങ്ങൾ തേടി പോവുകയും ചരിത്രപരമായി എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നികത്താനുള്ള, പരിഹരിക്കാനുള്ള, ബ്രിഡ്ജ് ചെയ്യാനുള്ള അവസരമായി ഇന്ത്യ ചൈന ആ ഒരു ഇപ്പോൾ വരുന്ന ഒരു ബോണ്ട് ഹോമിയെ ഉപയോഗിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും എന്റെ ഒരു ടേക്ക്, ഇന്ത്യ, ചൈന, റഷ്യ ഒരു ത്രയം ഉണ്ടായില്ല എങ്കിൽ പോലും കൂടുതൽ നീക്കുപോക്കുകൾ ബ്രിക്സ് കൂട്ടായ്മയിൽ ഉണ്ടാവും. അതിൽ ബ്രസീൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ റോപ്പിറ്റ് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല ബ്രിക്സ് കൂട്ടായ്മ വളരുകയും ഒരുപക്ഷെ G20 അധിഷ്ഠിതമായ ലോകക്രമത്തിന് പകരം ഒരുപക്ഷെ ബ്രിക്സ്, G7 വേഴ്സസ് ബ്രിക്സ് എന്ന നിലയിലേക്ക് ലോകക്രമം മറിയാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം അമേരിക്ക ഒഴികെയുള്ള പാശ്ചാത്യ ശക്തികളുമായി സൗഹൃദത്തിൽ പോകണം എന്ന നിലപാട് തന്നെ ഭാരതം സ്വീകരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ആത്യന്തികമായി അമേരിക്കയ്ക്ക് നഷ്ടമുണ്ടാകുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. ഡോക്ടർ മോഹൻ വർഗീസ്, ഒരു കാര്യം കൂടി, അതായത് നമ്മൾ ഈ താരിഫ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഇതിലെ ഇന്ത്യക്കെതിരെ 50% തീരുവ പ്രഖ്യാപിച്ച സാഹചര്യം ഉണ്ടായപ്പോൾ പോലും ചൈനയോടൊരു മൃദു സമീപനം വെച്ച് പുലർത്തുന്നത് നമ്മൾ കണ്ടതാണ്. അത് ട്രംപിന്റെ ഇരട്ടത്താപ്പ് എന്നുള്ള തലത്തിൽ വിമർശനങ്ങൾക്ക് വിധേയമായതുമാണ്.
അപ്പോൾ ചൈനയോടുള്ള ഈ മൃദു സമീപനം ഈ ഉച്ചകോടിക്ക് ശേഷം മാറി മറിയുമോ? എന്താണ് ഒരു പ്രഡിക്ഷൻ ആ വിഷയത്തിൽ? ചൈനയോടുള്ള സമീപനത്തിൽ യാതൊരു മാറ്റവും പ്രതീക്ഷിക്കുന്നില്ല. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സാധാരണ ഉപയോഗിക്കുന്ന ഒരു കോട്ടുണ്ട്, ഡു യു ഹാവ് ദ കാർഡ്സ്, ഐ ഹാവ് ദ കാർഡ്സ് വിത്ത് മീ. എന്റെ കയ്യിൽ കാർഡുണ്ട്, ഈ കാർഡ് ഇറക്കി കളിക്കാൻ എനിക്കറിയാം. നിങ്ങളുടെ കയ്യിൽ കാർഡുണ്ടോ? സെലൻസ്കിയോട് ചോദിച്ച ചോദ്യമാണ്. ഇത് തന്നെയാണ് ലോകരാജ്യങ്ങളുടെ നേതാക്കന്മാരോട് ട്രംപ് ചോദിക്കുന്ന ചോദ്യം. ചൈനയ്ക്കൊരു ഉത്തരമുണ്ട്, വി ഹാവ് എ കാർഡ്. ആ കാർഡിന്റെ പേരാണ് മിനറൽസ് ആൻഡ് മെറ്റൽസ്, അമൂല്യമായ ധാതുശേഖരം. ഇത് വലിയ രീതിയിൽ അമേരിക്കയ്ക്ക് വ്യാവസായിക വളർച്ചയിൽ വലിയ ഒരു ഉത്തേജനം നൽകാൻ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന റെയർ എർത്ത് മിനറൽസിന് സാധിക്കും. അതുകൊണ്ടാണ് സെമി കണ്ടക്ടേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക്, കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ കാര്യങ്ങൾക്ക് വലിയ രീതിയിൽ ഒരു കൈത്താങ്ങാകും. അത് കയറ്റുമതി നിരോധിക്കുന്നു. അമേരിക്കയിലേക്ക് ഒരു കാരണവശാലും ചൈനീസ് വസ്തുക്കൾ, പ്രത്യേകിച്ച് റെയർ എർത്ത് മിനറൽസ് ഉണ്ടാവില്ല എന്ന ഒരു പ്രഖ്യാപനം വന്നപ്പോൾ പെട്ടെന്ന് ട്രംപ് തന്റെ കാർഡ് പിൻവലിക്കുകയും ചൈനീസ് കാർഡ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് ടാരിഫ് യുദ്ധത്തിൽ നിന്നും ഏതാണ്ട് ലേലം വിളിച്ച് 256% വരെ ലേലം വിളി നീണ്ടു. ഇല്ലേ, 50% ടാരിഫ് 125 ആകുന്നു, 150 ആകുന്നു, 256% വരെ ടാരിഫ് ലേലം വിളിച്ചതിന് ശേഷം പെട്ടെന്ന് യുക്തിസഹമായ ഒരു 30% കൊണ്ടുവരികയാണ്. അതിനർത്ഥം ചൈനയെ ഗൗരവപൂർവ്വം കാണുന്നു അമേരിക്ക എന്ന് തന്നെയാണ്. ചൈനീസ് ഇക്കോണമിയെ തുച്ഛീകരിച്ച് കാണാനാവില്ല, ചൈനീസ് മാർക്കറ്റിനെ തുച്ഛീകരിച്ച് കാണാനാവില്ല. ചൈനീസ് ഇമ്പോർട്ട്സ് ടു അമേരിക്ക അത് വളരെ പ്രധാനമാണ്. അമേരിക്കൻ വ്യവസ്ഥ നിലനിൽക്കണമെങ്കിൽ കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് അമേരിക്ക എന്ന് ഓർക്കണം. അല്ല എങ്കിൽ സാധനങ്ങൾക്ക് തീ വിലയാവും. അപ്പൊ ചൈന വലിയ തോതിലാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. വ്യാപാര കമ്മി $295 ബില്യൺ വ്യാപാര കമ്മിയാണ് അമേരിക്കയ്ക്ക് ചൈനയ്ക്കെതിരെ ഉള്ളത്. അത് ബ്രിഡ്ജ് ചെയ്യാനൊന്നും സാധിക്കില്ല എന്ന വ്യക്തമായ അറിവ് അമേരിക്കയ്ക്കുണ്ട്. എങ്കിൽ പിന്നെ അത് തുടരുക. ഇന്ത്യയെ വരുതിയിൽ നിർത്താൻ സാധിക്കും, വിരട്ടി വരുതിയിൽ നിർത്താൻ സാധിക്കും എന്ന ഒരു പ്രതീതിയാണ് ആദ്യം ഉണ്ടായത്. അത് സാധിക്കുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് എന്നാൽ ചൈനയുമായുള്ള സൗഹൃദം തുടരുകയെങ്കിലും ചെയ്യാം എന്ന നിലപാട് മാത്രമേ അമേരിക്ക സ്വീകരിക്കൂ. ഇന്ത്യയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഭാവി ചർച്ചകൾ നടത്താം എന്ന് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ കരുതുന്നത്. പക്ഷേ ചൈനയും റഷ്യയും ഒരു കാര്യം കൂടി ഇതിനെ സൂചിപ്പിക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം നിർണായകമായ ഒരു ഫോൺ കോൾ ഉണ്ടായി. അത് സെലൻസ്കിയെ നരേന്ദ്രമോദി വിളിക്കുകയാണ്. അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ പറഞ്ഞ ഒരു കാര്യം, ഉക്രൈൻ വിഷയം സംസാര വിഷയമാകും. പുത്തിനുമായി ചൈനയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈൻ വിഷയത്തിൽ സംഭാഷണം നടത്താനുള്ള സാധ്യത കഴിഞ്ഞ ദിവസം ഇരു നേതാക്കളും പ്രകടിപ്പിച്ചു. അതിനർത്ഥം ഒരു പക്ഷേ പുടിന്റെ ഡൽഹി സന്ദർശനം, ഡിസംബറിൽ നടക്കാനിരിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഡൽഹി സന്ദർശന വേളയിൽ നാടകീയമായ ഒരു പ്രഖ്യാപനം ഉണ്ടായി എങ്കിൽ ആരും ഞെട്ടേണ്ടതില്ല. ഉക്രൈൻ റഷ്യ സംഘർഷം പരിഹരിക്കുന്നതിന് അമേരിക്കയുടെ മധ്യസ്ഥത സ്വീകാര്യമല്ല. അതേസമയം ഇന്ത്യ പോലെയുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ മധ്യസ്ഥത മുൻപൊരിക്കൽ പുടിൻ സൂചിപ്പിച്ചു, ബ്രിക്സ് രാജ്യങ്ങൾ എന്തുകൊണ്ട് ഈ സംഘർഷം പരിഹരിക്കുന്നതിനെ ഇടനിലനിൽക്കുന്നില്ല എന്ന്. സെലൻസ്കിയും അതേ ടോണിൽ സംസാരിച്ചിരുന്നു. ആ ഒരു പ്രഖ്യാപനം പുടിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ പ്രമുഖ രാജ്യങ്ങളൊന്നും പുടിൻ സന്ദർശിച്ചിട്ടില്ല എന്ന് ഓർക്കണം. അമേരിക്ക സന്ദർശിച്ചു, അതും അലാസ്കയുടെ മണ്ണിൽ. പക്ഷേ ഇന്ത്യയുടെ മണ്ണിൽ വന്നുകൊണ്ട് അമേരിക്കയുടെ ആവശ്യമില്ല, ഇന്ത്യയുടെ മധ്യസ്ഥതയിൽ പരിഹരിക്കാം, അല്ലെങ്കിൽ നീക്കുപോക്കുകൾ ഉണ്ടാക്കാം, ഫർദർ ചർച്ചയ്ക്ക് വേണ്ടി സെലൻസ്കിയും പുടിനും ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഇന്നത്തെ ലോക പോലീസുകളെയും അല്ലെങ്കിൽ ലോക രാഷ്ട്രീയത്തിലെ എല്ലാം തങ്ങളുടെ ഒരു കൈപ്പറ്റൽ എല്ലാ കാര്യങ്ങൾക്കും വേണം എന്ന ഒരു പിടിവാശി അല്ലെങ്കിൽ എന്ന ഒരു മുഷ്ക് അത് അവസാനിപ്പിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. ആ രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുകൂടി ഈ ചർച്ചകളുടെ എല്ലാം പശ്ചാത്തലത്തിൽ നോക്കി കാണേണ്ടത് തന്നെയാണ്. തീർച്ചയായും. വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. എന്തായാലും അതിനിർണായകമായിട്ടുള്ള മോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയാണ് അല്പസമയത്തിനകം നടക്കാൻ പോകുന്നത്. ഇത് ലോക രാഷ്ട്രീയത്തെ തന്നെ ഏതൊക്കെ തരത്തിൽ സ്വാധീനിക്കും, മാറിമറിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഈ അമേരിക്കയുടെ 50% തീരുവ ഈ സുഗന്ധവ്യഞ്ജന കയറ്റുമതിയെ പ്രതികൂലമായി ബാധിക്കുമോ, പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്നുള്ള ആശങ്കയൊക്കെ തുടക്കം മുതൽ തന്നെ കർഷകർക്കുണ്ടായ ഒന്നാണ്. ഈ സുഗന്ധവ്യഞ്ജനങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ മികച്ച വിപണിയാണ് US. കയറ്റുമതിയിൽ പ്രതിസന്ധി ഉണ്ടായാൽ വിലയിടിവിന് കാരണമാകും എന്നതാണ് കർഷകരെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ആശങ്ക. റിപ്പോർട്ട് കാണാം. ഇടുക്കിയിൽ പ്രധാന സുഗന്ധവ്യഞ്ജനങ്ങളായ ഏലയ്ക്ക, കുരുമുളക് തുടങ്ങിയവയുടെ പ്രധാന അന്താരാഷ്ട്ര വിപണി ഗൾഫ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളുമാണ്. സുഗന്ധവ്യഞ്ജനങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഓയിൽ അടക്കമുള്ള ഉപ ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്.
നിലവിലെ സാഹചര്യത്തിൽ പുതിയ തീരുവ നയം സുഗന്ധവ്യഞ്ജന വിലയെ സ്വാധീനിക്കില്ലെങ്കിലും ഉപ ഉൽപ്പന്നങ്ങളുടെ വിപണി നഷ്ടം ഭാവിയിൽ പ്രതിസന്ധിക്കിടയാക്കും. യൂറോപ്പിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കുമുള്ള നമ്മളുടെ കയറ്റുമതി കൂട്ടുകയും അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമായ സബ്സിഡികളും മറ്റെല്ലാം കൊടുത്ത് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ അധിക തീരുവയിൽ വരുന്ന നഷ്ടം നികത്തുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്താൽ അത് വളരെ ഫലപ്രദമായിട്ട് നമുക്കിതിനെ മറികടക്കാൻ കഴിയും. യുകെയുമായുള്ള പുതിയ വ്യാപാര കരാറിലൂടെ ഈ നഷ്ടം നികത്താനാവുമെന്നും കൂടുതൽ നേട്ടം ഉണ്ടാക്കാനാകുമെന്നുമാണ് പ്രതീക്ഷ. യഥാർത്ഥത്തിൽ US-നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ 15% എക്സ്പോർട്ട്, സ്പൈസസ് എക്സ്പോർട്ട് US-ലേക്ക് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മിന്റ് ഓയിൽ, മറ്റ് സ്പൈസസ് ഓയിലുകൾ, അതുപോലെ തന്നെ ചില്ലി, ഇതെല്ലാം US-ൽ ധാരാളമായി കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കുറവ് വന്നാൽ അത് തീർച്ചയായിട്ടും ഇവിടുത്തെ കർഷകരെ അത് ബാധിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് മറ്റ് യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, ജർമ്മനി, ഫ്രാൻസ് ഇവിടങ്ങളിലൊക്കെ ഈ കയറ്റുമതി കൂട്ടുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊരു ശ്രദ്ധ ഉണ്ടാവാൻ പ്രത്യേക റിക്വസ്റ്റ് സ്പൈസസ് ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. വിപണിയിൽ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ കർഷകർക്കായി പാക്കേജുകൾ ആവിഷ്കരിക്കണമെന്നും ആവശ്യമുയരുന്നു. ന്യൂസ് 18 ഇടുക്കി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ജമ്മു കാശ്മീരിലെത്തും. സംസ്ഥാനത്തെ പ്രളയ സാഹചര്യങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും നേരിട്ട് വിലയിരുത്തുന്നതിനായാണ് ആഭ്യന്തരമന്ത്രി എത്തുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് അമിത്ഷാ ജമ്മു കാശ്മീരിൽ എത്തുന്നത്. ജമ്മു കാശ്മീർ രാജ്ഭവനിൽ ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരും. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് നാളെ സമാപനം. പട്ന ഗാന്ധി മൈതാനത്താണ് സമാപന സമ്മേളനം. ജില്ലാ പര്യടനം ഇന്നലെ പൂർത്തിയായിരുന്നു. സമാപന സമ്മേളനം ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി പ്രകടനമാക്കി മാറ്റാനാണ് തീരുമാനം. ബീഹാറിൽ നിന്ന് ആരംഭിച്ച യാത്ര വോട്ട് കൊള്ളയ്ക്കെതിരായ രാജ്യവ്യാപക മുന്നേറ്റമായി മാറിയതായി ആരയിൽ നടന്ന റാലിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് വ്യാജ വാർത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിക്കുന്നുണ്ട്. ട്രംപിനെ പൊതുവേദികളിൽ കാണാനില്ല എന്നതും വ്യാജ വാർത്ത പ്രചരിക്കാൻ ഇടയാക്കി. അതേസമയം അധിക തീരുവയെ നിയമവിരുദ്ധമെന്ന് വിധിച്ച ഫെഡറൽ അപ്പീൽ കോടതി വിധിയെ വിമർശിച്ച് ട്രംപ് സമൂഹമാധ്യമങ്ങളിൽ ശക്തമായി പ്രതികരിച്ചിരുന്നു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ദേശീയപാത ബൈപ്പാസിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. ബാലരാമപുരം സ്വദേശി ഷിബിനാണ് മരിച്ചത്. ഒരു യുവതിയടക്കം 2 പേരുടെ നില ഗുരുതരമാണ്. റേസിംഗിനിടെയാണ് അപകടമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അരുൺ മോഹൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഈ അപകടത്തെ സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് പോലീസ് കൈമാറുന്നത്? ആര്യ സൂചിപ്പിച്ചതുപോലെ ഒരു റേസിംഗിനിടയിലുണ്ടായ അപകടം എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി കഴക്കൂട്ടം പോലീസ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത്. ബാലരാമപുരം സ്വദേശി ഷിബിൻ ഉൾപ്പെടെ സഞ്ചരിച്ച ഒരു വാഹനമായിരുന്നു, കാർ വാഹനമായിരുന്നു അവിടെയുള്ള തൂണിലിടിച്ച് അപകടത്തിൽപ്പെടുന്നത്. അതിലുണ്ടായിരുന്ന 5 പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു. അതിൽ ഒരു യുവതിയടക്കം 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇവരിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവരാണോ? അതെ, അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരോടൊപ്പം ഉണ്ടായിരുന്ന അവർക്കായിരുന്നു പരിക്കേറ്റതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരോടൊപ്പം മറ്റു വാഹനങ്ങളിലും ആ സമയത്ത് പലരും ഉണ്ടായിരുന്നു. അവർ റേസിംഗ് ഉൾപ്പെടെ നടത്തിയിരുന്നതായി പോലീസ് സംശയിക്കുന്നു. അതൊക്കെ വരും മണിക്കൂറിൽ CCTV ഉൾപ്പെടെയുള്ള പരിശോധിക്കുമ്പോൾ വ്യക്തമാകുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും രാത്രി കഴക്കൂട്ടത്ത് ദേശീയപാതയ്ക്ക് സമീപത്തായിരുന്നു ഈ ഒരു ഹൈവേയിലായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. വളരെ അതിദാരുണമായ ഒരു സംഭവമായിരുന്നു. ബാലരാമപുരം സ്വദേശിയായ ഷിബിൻ ഓടിച്ചിരുന്ന വാഹനമായിരുന്നു. അദ്ദേഹം അവിടെ വെച്ച് തന്നെ ഗുരുതരമായി പരിക്കേറ്റ് ഷിബിൻ അവിടെ വെച്ച് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ച് അത് സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത്. ആര്യ. യെസ്, അരുൺ മോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് ഈ ദാരുണമായ സംഭവം നടന്നത്. കഴക്കൂട്ടം ദേശീയപാത ബൈപ്പാസിലാണ് ഇത്തരത്തിൽ നിയന്ത്രണം തെറ്റി തൂണിലിടിച്ച് വാഹനം അപകടമുണ്ടായത്. ടെക്നോ പാർക്ക് ജീവനക്കാരനായ ബാലരാമപുരം സ്വദേശിയാണ് മരിച്ചത്. വാഹനത്തിലുണ്ടായിരുന്ന 2 പേരുടെ നില ഗുരുതരമാണ്.
രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇരകളുടെ മൊഴി രേഖപ്പെടുത്തൽ നടപടികൾ അടുത്ത ദിവസം തുടങ്ങും. പരസ്യ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയ 3 പേരുടെ മൊഴിയാകും ആദ്യം രേഖപ്പെടുത്തുകയെന്നാണ് സൂചന. യുവതിയെ ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സംഭാഷണം കേന്ദ്രീകരിച്ചും വിശദമായ അന്വേഷണം നടക്കും. കേസുമായി ബന്ധപ്പെട്ട പരമാവധി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാനാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ നീക്കം. കണ്ണൂർ കണ്ണപുരം സ്ഫോടന കേസിലെ പ്രതി അനൂപ് മാലിക്കിനെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഒളിവിൽ പോകാനുള്ള ശ്രമത്തിനിടെ കാഞ്ഞങ്ങാട് നിന്ന് ഇന്നലെയാണ് അനൂപ് മാലിക് അറസ്റ്റിലായത്. കർണാടകത്തിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയായിരുന്നു അറസ്റ്റ്. ഇയാളുടെ മെഡിക്കൽ പരിശോധന പൂർത്തിയായി. സ്ഫോടനം നടന്ന വീട്ടിലെത്തിച്ച് ഇന്ന് തെളിവെടുപ്പിനും സാധ്യതയുണ്ട്. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം ഇന്ന് നടക്കും. വൈകിട്ട് 4-ന് ആനക്കാംപൊയിൽ സെന്റ് മേരീസ് സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിക്ക് കല്ലിടും. കിഫ്ബി, പൊതുമരാമത്ത് വകുപ്പ്, കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ എന്നിവ ത്രികക്ഷി കരാറിലൂടെയാണ് തുരങ്കപാത നിർമ്മിക്കുക. 2134.5 കോടി രൂപ ചെലവിലാണ് പാത യാഥാർത്ഥ്യമാക്കുന്നത്. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ രാജ്യത്തെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാതയായി ഇത് മാറും. അപ്പോൾ വീണ്ടും രാവിലെയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഓണവിശേഷങ്ങൾ കാണാം അല്ലേ. ഇന്ന് അനിഴം. മലപ്പുറം വാണിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓണാഘോഷത്തിന് മാവേലി എത്തിയത് കുതിരപ്പുറത്താണ്. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ച് കൂടെ ഒരു അറബിയും ഉണ്ടായിരുന്നു. ഇത്തവണ ഇവരുടെ ഓണാഘോഷം വേറെ ലെവലായിരുന്നു. കണ്ടിട്ട് വരാം. കുതിരപ്പുറത്തെത്തിയ മാവേലിയെ സ്വീകരിച്ചത് ശിങ്കാരി മേളത്തിന്റെ അകമ്പടിയോടെ. കൂട്ടിന് അറബിയും. പാട്ടിന് അധ്യാപകർക്കും കുട്ടികൾക്കുമൊപ്പം മാവേലി കൂടി പാട്ടിന് ചുവടുവെച്ചതോടെ ഓണാഘോഷം കളറായി. അപ്പം ഇത് 2K26 ഞങ്ങളുടെ ലാസ്റ്റ് ഓണാണ്. +2 വിദ്യാർത്ഥിനിയാണ്. അപ്പം ഇത് അത്രയും കളറാക്കണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കോഡൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും ഓണക്കളിയുടെ ഭാഗമായി. തുടർന്ന് വിഭവസമൃദ്ധമായ സദ്യ. അങ്ങനെ വാണിയമ്പലം സ്കൂളിലെ ഓണാഘോഷം എക്കാലവും ഓർത്തിരിക്കുന്ന ഒന്നാക്കി ഇവർ മാറ്റി. ന്യൂസ് 18 മലപ്പുറം. എന്തൊക്കെ വെറൈറ്റികളാണല്ലേ ഇത്തവണ ഈ സ്കൂളിൽ. കുതിരപ്പുറത്താണ് മാവേലി എത്തിയത് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന ജെംസ് കോളേജിലെ മലപ്പുറത്ത് തന്നെ ഒരു ഓണാഘോഷത്തിൽ മാവേലി എത്തിയത് ഹെലികോപ്റ്ററിലായിരുന്നു. ആ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തരംഗമായതാണ്. അതിനുശേഷം കുതിരപ്പുറത്തെത്തിയ മാവേലിയാണ് തരംഗമായിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു റിപ്പോർട്ട് കാണാം. ഒരു പാട്ട് ജീവിതം മാറ്റിമറിച്ച സന്തോഷത്തിലാണ് നെയ്യാറ്റിൻകര സ്വദേശി അജിത. KSRTC മൂന്നാർ ഡിപ്പോയിലെ ഡ്രാഫ്റ്റ്സ്മാനായ അജിത മന്ത്രി KB ഗണേഷ് കുമാറിനൊപ്പം ന്യൂസ് 18 പാടിയ ഗാനമാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത്. അജിതയും കുടുംബവും ആ സന്തോഷം പങ്കുവെച്ച് നമുക്കൊപ്പം ചേരുകയാണ്. കണ്ടിട്ട് വരാം. ഈ പാട്ട് അജിതയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് ചെറുതായൊന്നുമല്ല. പള്ളിയിലും വീട്ടിലും മാത്രം പാട്ടുപാടി ഒതുങ്ങിയിരുന്ന അജിത ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരമാണ്. ഒത്തിരി പേര് അറിഞ്ഞു, ഒത്തിരി പേര് വിളിച്ചു. ചെറുതായെങ്കിലും പാടുന്നൊക്കെ ഉള്ളത് കുറെ പേര് അറിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പാടുന്നുണ്ട്. ഒത്തിരി പേര് അറിഞ്ഞു വിളിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ സന്തോഷം. ദൂരെ കിഴക്കുതിക്കിൽ മാണിക്യ ചെമ്പഴുക്ക ഞാൻ ഇന്നെടുത്തു വച്ചേ എന്റെ വെറ്റിലത്താമ്പാളത്തിൽ. ദൂരെ കിഴക്കുതിക്കിൽ മാണിക്യ ചെമ്പഴുക്ക ഞാൻ ഇന്നെടുത്തു വച്ചേ എന്റെ വെറ്റിലത്താമ്പാളത്തിൽ. ന്യൂസ് 18 പുറത്തുവിട്ട മന്ത്രിയും അജിതയുമായുള്ള പാട്ട് ലക്ഷക്കണക്കിനാണ് പറഞ്ഞത്. ഗായകൻ MG ശ്രീകുമാർ കൂടി ഷെയർ ചെയ്തതോടെ ആരാധകരുടെ പ്രളയമായി. ദൂരക്കിഴക്ക് പാടണമെന്ന് നേരത്തെ പ്ലാൻ ചെയ്ത് വന്നതല്ലേ?
അന്ന് അമീർ എന്ന് പറഞ്ഞൊരു സാറും കൂടെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ ഡ്യൂറ്റ് പാടാന്ന് പുള്ളി ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പാടാം. നമ്മൾ കഴിഞ്ഞ വർഷം ഓഫീസിലത്തേക്ക് പാടാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത പാട്ടായിരുന്നു. ഇല്ല, അത് അത്ര ഹിറ്റ് അത് മിനിസ്റ്റർ, നമ്മുടെ മിനിസ്റ്റർ ഗതാഗത വകുപ്പ് മന്ത്രിയും കൂടെ പാടിയത് കൊണ്ടാണ്. പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടാണ് പുള്ളിക്ക് ഒരു ജോയിൻ ചെയ്തായിരുന്നു. അതെ അതെ അതെ. അപ്പൊ അത് വീഡിയോസ് ഒക്കെ ഭയങ്കര വൈറലായി. അതെ, എം ജി ശ്രീകുമാർ ഷെയർ ചെയ്തു. അതെ അതെ അതെ. അതെനിക്ക് ഒത്തിരി സുഹൃത്തുക്കൾ അയച്ചു തന്നു. ഒരു 1-2 കീബോർഡിസ്റ്റ് ഒക്കെ എനിക്ക് അതെടുത്ത് അയച്ചു തന്നായിരുന്നു. ഓഫീസിലൊക്കെ അതിനുശേഷമുള്ള വർക്കിംഗ് സാഹചര്യം ഓഫീസിൽ അത്യാവശ്യം കഴിഞ്ഞ ദിവസം കുറച്ച് മെക്കാനിക്സ് ഒക്കെ വന്ന് എന്റെ അടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. സെൽഫി അവരുടെ ഗ്രൂപ്പിലൊക്കെ ഇടാനാണെന്നൊക്കെ പറഞ്ഞു. ദൂരെ നീലാംബരം ഏതോ പ്രേമോത്സവം തേടുന്നു പാരാഗവേ ഗാനം തൻ ചുണ്ടിലും മൂളുന്നു പൂന്തങ്ങൾ. BA മ്യൂസിക് ബിരുദധാരിയായ അജിത ഇപ്പോഴത്തെ മാറ്റം ഇനിയുള്ള പാട്ടുവഴികളിലും കരുത്താകുമെന്നാണ് കരുതുന്നത്. വിപിൻ മുരളിക്കൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, ന്യൂസ് 18. ന്യൂസ് 18 സോഷ്യൽ മീഡിയയിൽ ഇത് പോസ്റ്റ് ചെയ്ത് മിനിറ്റുകൾക്കുള്ളിലാണ് കേട്ടോ മലയാളി പ്രേക്ഷകർ ഈ വീഡിയോ ഏറ്റെടുത്തത്. കാരണം ഗതാഗത വകുപ്പ് മന്ത്രി KSRTC ജീവനക്കാർക്കൊപ്പം ഓടുന്ന ബസ്സിൽ ഇങ്ങനെ ഒരു പാട്ട് പാടുക എന്ന് പറയുന്നത് ആദ്യത്തെ അനുഭവമാണ് മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച്. അപ്പോൾ അവരത് ഏറ്റെടുക്കുകയുണ്ടായി. മന്ത്രി ഗണേഷ് കുമാർ ഒരു കലാകാരനാണ്, നടനാണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാമെങ്കിലും ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്ന ആദ്യത്തെ അവസരം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഏറ്റെടുത്തു. ഗായകൻ MG ശ്രീകുമാർ ഈ വീഡിയോ ഷെയർ ചെയ്യുകയുണ്ടായി. അങ്ങനെ വലിയ രീതിയിൽ വൈറലായി. അങ്ങനെയാണ് നമ്മുടെ അജിത ചേച്ചിയും ഹിറ്റായത്. കൂടെ പാടിയ ചേട്ടനും ഉണ്ട്. ഇതേപോലെ ഒരു പിടി നല്ല കലാകാരന്മാരെ KSRTC വകുപ്പിലുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞൊരു നിമിഷം കൂടിയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇത് ഒരു വലിയ ഓണപ്പരിപാടിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഇനി ഇത് ഫുൾ പ്രോഗ്രാം ആയിട്ട് വരുന്നുണ്ട്. ഈ ഓണത്തിനെത്തുന്നുണ്ട്. ഉത്രാടം നാളിലും തിരുവോണം നാളിലുമായി പ്രേക്ഷകർക്ക് ഈ പരിപാടി കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ഗംഭീര വിരുന്നാണ് KSRTC പ്രവർത്തകരെല്ലാം കൂടി ചേർന്ന് പ്രേക്ഷകർക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ കാത്തിരിക്കുക. നമുക്ക് മറ്റു ചില ഓണവിശേഷങ്ങൾ കൂടി കാണാം. അപ്പോൾ ഇന്നലെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശത്തിന്റെ ദിവസമായിരുന്നു അല്ലേ? ആ ആവേശം അങ്ങ് അബുദാബിയിലും ഉണ്ടായിരുന്നു. വള്ളംകളി ഫാൻസിന്റെ അബുദാബി വാട്സപ്പ് കൂട്ടായ്മയാണ് നെഹ്റു ട്രോഫി കാണാൻ ആവേശ അരങ്ങ് ഒരുക്കിയത്. വള്ളംകളിയെ സ്നേഹിക്കുന്ന UAE-യിലെ അബുദാബിയിലുള്ള എല്ലാ വള്ളംകളി പ്രേമികളെയും ഒന്നിപ്പിച്ചുകൊണ്ടുള്ള കൂട്ടായ്മയാണിത്. ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, എറണാകുളം, കോട്ടയം എന്നീ ജില്ലകളിൽ നിന്നുള്ളവരാണ് കൂടുതലും. അവസരം കിട്ടിയാൽ ഇവരിൽ പലരും ആലപ്പുഴയിലെത്തി നെഹ്റു ട്രോഫി നേരിട്ട് കാണും. ഇത്തവണ അവസരം കിട്ടാതായതോടെ ഇവർ ഒത്തുകൂടി ആവേശത്തോടെ ഒരുമിച്ചിരുന്ന് ആസ്വദിച്ചു. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് ആയ നെഹ്റു ട്രോഫി വള്ളംകളി വീക്ഷിക്കുവാൻ 60-ൽ പരം പ്രവാസികൾ അബുദാബിയിൽ ഇന്ന് ഒത്തുകൂടി. ഈ ഒരു ആവശ്യത്തിലാണ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രവാസ ജനത. വള്ളംകളിയെ സ്നേഹിക്കുന്ന ഒരു സംഘം അബുദാബിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ലൈവ് കാഴ്ച സംഘടിപ്പിച്ചത്. വള്ളംകളി ഫാൻസ് അബുദാബി വാട്സപ്പ് കൂട്ടായ്മയാണ് പിന്നിൽ. ന്യൂസ് 18. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തുടങ്ങിയത് ന്യൂസ് 18 ഓണപ്പാട്ട് റിലീസ് ചെയ്തുകൊണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഓണം സെഗ്മെന്റ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ആ പാട്ടൊന്ന് കേട്ടിട്ട് വരാം.